വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് പേപ്പർ, അതായത് ഇന്റേണൽ കൺട്രോൾ എന്താണ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളുടെ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് പേപ്പറിനെ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക, നല്ല വോളിയമുള്ള ഒരു മൊഡ്യൂളാണ് ഇത്. സോ ഇന്റേണൽ കൺട്രോൾ അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്റേണൽ കൺട്രോൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് എക്സസൈസ്ഡ് ഇൻ ദ ബിസിനസ് ടു എൻഷുർ വാട്ട് എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക് വർക്കിംഗ്. നമ്മുടെ ബിസിനസ് എഫിഷ്യൻ്റ് ആയിട്ടും എക്കണോമിക്കലി ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്കും അതുപോലെയുള്ള എക്സാമിനേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ ഇന്റേണൽ കൺട്രോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എന്നുള്ളത് ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡിഫൈൻ ഇന്റേണൽ കൺട്രോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, WW ബിഗിൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റേണൽ കൺട്രോൾ ഈസ് ബെസ്റ്റ് റിഗാർഡഡ് ആസ് ഇൻഡിക്കേറ്റിംഗ് ദ ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾസ് ഫിനാൻഷ്യൽ ആൻഡ് അതർവൈസ്. ഒരു കൺട്രോളിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഫിനാൻഷ്യലും വരും, അതർവൈസ് എന്ന് പറയുമ്പം നോൺ ഫിനാൻഷ്യലും ഇൻക്ലൂഡഡ് ആവും. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡിങ് ഇന്റേണൽ ചെക്ക്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഇന്റേണൽ ചെക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്റേണൽ ചെക്ക് ഉണ്ടാവും, അതുപോലെ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ അതർ ഫോംസ് ഓഫ് കൺട്രോളും ഈ ഇന്റേണൽ കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആണ്. ദ ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ, അതിനാണ് ഇന്റേണൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞത്, എഫിഷ്യൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട്. സോ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് കൺട്രോൾ. ദ ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോളിനെയാണ് ഇന്റേണൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കൺട്രോൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓവർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. കൺട്രോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡേറ്റയിൽ മാത്രമല്ല നോൺ ഫിനാൻഷ്യൽ ഡേറ്റയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ. ദ മെക്കാനിസം ഓഫ് കൺട്രോൾ മേ മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോംസ് ഓഫ് ഇന്റേണൽ ചെക്ക്. നമ്മൾ പറഞ്ഞു ഇന്റേണൽ ചെക്ക് ഉണ്ടാവും, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാവും, പിന്നെ മറ്റ് അതർ കൺട്രോൾസും ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, devising the installation of internal control is the responsibility of the management. ഈ ഒരു പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക, റൺ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെന്റ് ലെവലിലുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ആൻഡ് എഫിഷ്യൻറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇൻ ഓപ്പറേഷൻ അലൗസ് ദ ഓഡിറ്റർ to rely greatly on the financial data generated with only test checking of selected items. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു എന്താ പറയുക, ഒരു ടെസ്റ്റ് ചെക്കിങ് അല്ലെങ്കിൽ ഒരു ഓവറോൾ ചെക്കിങ് മാത്രം, ഒരു ടെസ്റ്റിംഗ് മാത്രം മതി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ റിലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻ ഡീറ്റെയിൽ അവർ ഓരോ കാര്യങ്ങളും, സെലക്റ്റഡ് ഐറ്റംസ് അല്ല, ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ നോക്കിയാൽ മാത്രമേ അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർനെസ് കറക്റ്റായിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് 5 ഫീച്ചേഴ്സ് ആയിരുന്നു ഇന്റേണൽ കൺട്രോളിനുള്ളത്. സോ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും 2 രീതിയിൽ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കൺട്രോൾസ് എവിടെ ഇൻക്ലൂഡഡ് ആണ്, ഈ പറഞ്ഞ ഇന്റേണൽ കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആണ്. ഇൻ ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കൗണ്ട് കൺട്രോൾ, അക്കൗണ്ടിന് മേലുള്ള ഒരു കൺട്രോൾ, അതുപോലെ തന്നെ ഓപ്പറേഷണൽ കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൺട്രോൾ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെൽഫ് ബാലൻസിങ് ലെജേഴ്സ്. നമ്മളിപ്പോൾ ഈ കണ്ട ലിസ്റ്റിലെല്ലാം ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ. ആൻഡ് സച്ച് കൺട്രോൾ എൻഷുർ വാട്ട് accuracy, reliability of financial records, adherence to the prescribed and managerial policies, etc. So administrative control എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they consist of administrative controlsൽ എന്താണുള്ളത്, consist of plans of the organization that are concerned mainly with operational
എഫിഷ്യൻസി. ഓപ്പറേഷണലി എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി അല്ല ഓപ്പറേഷണലി എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദേ ഇൻക്ലൂഡ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ quality control through inspection, performance report, statistical analysis, other forms of administrative control. ഒരു ഓപ്പറേഷണൽ ലെവൽ സ്മൂത്ത് ആയിട്ടാണ്, എഫക്റ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഈ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, ടു എൻഷുർ അഡയറൻസ് ടു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലേ ഡൗൺ ബൈ ദ മാനേജ്മെൻറ്റ് ത്രൂ വേരിയസ് control techniques, and to incorporate procedures for safeguarding assets from theft, unauthorized use, acquisition and accidental destruction. നമ്മളിവിടെ പറയുന്നത് എന്തിനാണ് ഇന്റേണൽ കൺട്രോൾ പോലെ ഒരു സിസ്റ്റം ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു പറയുന്നത്, ടു എൻഷുർ അഡ്ഹറൻസ് ടു ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലേ ഡൗൺ ബൈ ദ മാനേജ്മെൻറ്റ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. രണ്ടാമത് എന്താണ്, നമ്മുടെ അസറ്റ്സിൻ്റെ അൺഓതറൈസ്ഡ് ആക്സസ്, അൺഓതറൈസ്ഡ് തെഫ്റ്റിൽ നിന്നൊക്കെ നമ്മുടെ അസറ്റ്സിനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇന്റേണൽ കൺട്രോൾ എന്നാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത്. ഓക്കെ, സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ് എന്ന് ഇൻക്ലൂഡ് ചെയ്താലും മതി. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നെ പോവാം. എൻഷുർ ദ അഡ്ഹറൻസ് ടു ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആരായിരിക്കും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? മാനേജ്മെൻറ്റ് ആയിരിക്കും ഇംപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ദെൻ സേഫ് ഗാർഡിങ് അസറ്റ്സ്, ഇൻകോർപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ സേഫ് ഗാർഡിങ് അസറ്റ്സ്. അടുത്ത എന്താണ്, പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്ട് ഫ്രോഡ്, അതുപോലെ തന്നെ എറേഴ്സ്. ഫ്രോഡും എറേഴ്സും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിലേക്കൊക്കെ ഒരു കൺട്രോൾ വരുത്തുക. ടു സീ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ സപ്പോർട്ടഡ് ബൈ ഡോക്യുമെൻ്ററി എവിഡൻസസ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും വാലിഡ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതും എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവാണ്. നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എൻഷുർ പോളിസീസ്, അഡ്ഹറൻസ് ടു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് സേഫ് ഗാർഡ് ഓഫ് എന്ത്, നമ്മുടെ അസറ്റ്സ്. അടുത്തത് പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്ട് ഫ്രോഡും അതുപോലെ തന്നെ എറേഴ്സും. നെക്സ്റ്റ് വൺ, എല്ലാ ട്രാൻസാക്ഷൻസിനും സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടൈംലി പ്രിപ്പറേഷൻ ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ നമ്മൾ ടൈംലി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അവർക്ക് കറക്റ്റ് ടൈമിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മുടെ കമ്പനിക്ക് വരുന്നത്. സോ അതുകൊണ്ട് ടൈംലി ആയിട്ട് റിലയബിൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനും എന്ത്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വേണം. സോ ദെൻ എന്താണ് പറയുന്നത്, ടു പ്രൊമോട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി ബൈ പ്രിവെൻറ്റിങ് അൺനെസസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് എഗെയിൻസ്റ്റ് വേസ്റ്റ്. നമ്മുടെ ഓരോ റിസോഴ്സസ് ആയാലും, മണി ആയാലും ഹ്യൂമൻ ആയാലും, അങ്ങനെ ഒരുപാട് റിസോഴ്സസ് വെച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. അതൊന്നും വേസ്റ്റ് ആവുന്നില്ല. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരിക എന്ന് പറയുമ്പോൾ വേസ്റ്റ് ഓഫ് ടൈമാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ടൈമാണ് വേസ്റ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ മറ്റ് റിസോഴ്സുകളും എന്താണ്, വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേസ്റ്റേജ് ഒഴിവാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് ഒക്കെ ഒഴിവാക്കുക. ആ ഒരു രീതിയിൽ വേണ്ടിയിട്ടും എന്ത് റൺ ചെയ്യണം, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ വേണം. ദെൻ ലാസ്റ്റ് വൺ, ടു വാലുവേറ്റ് ദ പെർഫോമൻസ് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ഇവാലുവേറ്റ് പെർഫോമൻസ്, എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. ടു ഇവാലുവേറ്റ് എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. സോ ഇത്രയുമാണ് പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. പർപ്പസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. പർപ്പസ് ഓഫ് വാട്ട്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അവിടെ നമുക്ക് താഴെ നോട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. സോ യെസ്, ഇനി ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം
എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്, ആർക്കൊക്കെ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? ഫോർ ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ഹെൽപ്സ് ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഗോൾസ് മോർ എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ടു മീറ്റ് ഇറ്റ്സ് ഗോൾ എഫക്റ്റീവ്ലി, മോർ എഫക്റ്റീവ്ലി. ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് റിലയബിൾ ആയിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ് ഗാർഡ്സ് അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, സോളാണ്. അവർക്ക് അത് വെച്ചിട്ടാണ് അവർ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് ഓർഗനൈസേഷന് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂസ് തന്നെയാണ്. ഇവർ പ്രൊമോട്ട്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അതുപോലെ തന്നെ അഡ്ഹറൻസ് ടു പോളിസീസ്. മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ഒക്കെ അഡോപ്റ്റഡ് ആവുന്നുണ്ട്, കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എന്താണ്? ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു യൂസാണ്. ആർക്കുള്ള യൂസ്? ഓർഗനൈസേഷൻ്റെ യൂസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഗോൾസ് മോർ എഫക്റ്റീവ്ലി നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ റിലയബിൾ ഡേറ്റ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ സേഫ് ഗാർഡ് അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ്. ഓപ്പറേഷണൽ എഫിഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അഡ്ഹറൻസ് ടു പോളിസീസ്. ഇത്രയുമാണ് ഓർഗനൈസേഷന് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കൊണ്ടുള്ള യൂസസ്. ആൻഡ് ഈ ഓഡിറ്ററിന് എന്താണ് യൂസ് എന്ന് നോക്കിയാൽ, ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് വെദർ ഓഡിറ്റ് ഈസ് പോസിബിൾ. ഓഡിറ്റ് പോസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെൽ സൗണ്ട് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. കുറച്ച് ഒരു ടെസ്റ്റ് ചെക്കിങ് അല്ലെങ്കിൽ ഒരു സെലക്റ്റഡ് ഐറ്റംസിലുള്ള ഒരു എന്താ പറയുക, ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷനിലൂടെ തന്നെ നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് അതിലെ റിലയബിലിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടാസ്ക്. അത് ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? കൺഫർമേഷൻ എടുക്കേണ്ടി വരുന്നതായിട്ടുണ്ടാവും. പിന്നെ ഡിറ്റർമൈൻ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈ ഒരു എന്താ പറയുക, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റസ് അറിയുമ്പോൾ തന്നെ ആ ഒരു ഓഡിറ്റിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് എന്തൊക്കെയാണെന്ന്. സ്കോപ്പ് എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിൽ അവർ വർക്ക് ചെയ്യണം, ഏതൊക്കെ ഏരിയസിൽ അവർ ഏത് ലെവലിൽ പെർഫോം ചെയ്യണം എന്നുള്ളതും ആ ഒരു എന്താ പറയുക, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആർക്ക്? ഓഡിറ്ററിന്. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് റിലയൻസ് ഫോർ ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി undertaken. It helps to rely on test checking of selected items, not on detailed checking. ഇത് നമ്മൾ പറയുന്നത് ഒരു സൗണ്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ചെക്കിങ് മാത്രം മതിയാവും. ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ചെക്കിങ് ഇല്ലാതെ തന്നെ ഓഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് റിലയൻസ് ഫോർ ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി അണ്ടർടേക്കൺ. സോ ഇത്രയുമാണ് യൂസസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. സോ യെസ്. ആൻഡ് ഇനി ഇന്റേണൽ കൺട്രോളും ഓഡിറ്ററും അല്ലെങ്കിൽ ഈ ഇന്റേണൽ കൺട്രോള് എന്താ പറയുക, സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ കൺട്രോൾ വെൽ ആൻഡ് ഗുഡ് ആണോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ്. അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ് റൂട്ടീൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ പവേഴ്സ് അതിനെപ്പറ്റി ആര് പഠിച്ചിരിക്കണം? ഓഡിറ്റർ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റഡി ദ ലിമിറ്റ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഓവർ ഫിനാൻഷ്യൽ ആൻഡ് അതർ അക്കൗണ്ടിങ് ഡ്യൂട്ടീസ്. പിന്നെ എല്ലാ ഏരിയാസിലുള്ള ഒരു എന്താ പറയുക, ലിമിറ്റ്സ് ഓഫ് ഇൻസ്പെക്ഷൻ, ഏത് ലെവൽ വരെ അവർക്ക് ഇൻസ്പെക്ഷൻ പോകാം എന്നുള്ള രീതിയും അവർ മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ദാറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ നേച്ചർ. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? അസർട്ടൈൻ ദ യൂസ് ഓഫ് എനി മെക്കാനിക്കൽ അപ്ലയൻസസ് ടു പ്രിവെൻറ്റ് എനി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. അതുപോലെ തന്നെ അസർട്ടൈൻ ദ ഡിഗ്രി ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. അസർട്ടൈൻ വെദർ ദർ ഈസ് എൻ ഇന്റേണൽ ഓഡിറ്റിംഗ് സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷനിൽ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളതും എന്ത് ചെയ്യണം? ഓഡിറ്റർ ചെക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് സ്ക്രീൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്ലൈ ടെസ്റ്റ് ചെക്ക് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസാക്ഷൻ ടു എൻഷുർ ആഡിക്വസി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. കുറച്ച് ടെസ്റ്റ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഓക്കെ ആണോ അല്ല. ഇനി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇപ്പോൾ സെലക്റ്റഡ് ഐറ്റംസിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെക്കിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് എറേഴ്സ്, ഫ്രോഡ്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവിടുത്തെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ട് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനർ ICQ. So next one is
ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനെയർ ICQ. ഒരു ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഓഫ് കോഴ്സ് ഓഡിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ടെസ്റ്റ് ദ ആഡിക്വസി ഓഫ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ ആഡിക്വസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ആർക്ക് കിട്ടും, അതുപോലെ തന്നെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്നുള്ളത്, വാട്ട് ഈസ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനെയർ ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് എന്നൊക്കെ ഒരു 4 to 5 മാർക്സ് അല്ലെങ്കിൽ ഒരു 6 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് നോ ആസ്പെക്ട് ഇസ് ഓവർലുക്ഡ്. അതായത് ഒരു ആസ്പെക്റ്റും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ആസ്പെക്റ്റും നമ്മൾ വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനെയറിലൂടെ സഹായിക്കും. It sets out the model of an efficient system of internal control. ഒരു എഫിഷ്യൻറ്റ് ഇന്റേണൽ കൺട്രോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനൊരു മോഡൽ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫ്രെയിം ആസ് എ മോഡൽ ഓഫ് എഫിഷ്യൻറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ബ്രേക്ക് ഡൗൺസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഇതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ നമ്മുടെ ഓരോ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് ചിലതൊക്കെ നോ ആണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എവിടേക്കാണ് ഒരു ഫോൾ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് മേക്സ് എ റാപ്പിഡ് അസസ്മെൻറ്റ്. ഒരു റാപ്പിഡ് അസസ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ദ ഏരിയാസ് വെയർ മോർ ഡീറ്റെയിൽഡ് ചെക്കിംഗ് വിൽ ബി നെസസറി. ആൻസേഴ്സ് നോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അഫർമേഷനുള്ള ആൻസേഴ്സ് ഇല്ലാത്ത ഏരിയസിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കും. സോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ അപ്ഡേറ്റിംഗ് ദ ഓഡിറ്റ് പ്രോഗ്രാം അക്കോർഡിംഗ്ലി. അപ്പം ഈ ഒരു ICQ എന്താണ്, ICQയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് നത്തിങ് ഒരു വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, സംതിങ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ടു ടെസ്റ്റ് ദ ആഡിക്വസി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ അത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓർഗനൈസേഷന് തരുന്നത് എന്നുള്ളതാണ് ഒരു 5 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. So next one, internal control and computerized environment. In an EDP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് എൻവയോൺമെൻറ്റിൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ് 2 രീതിയിലുണ്ടാവും. മാനുവലും ഉണ്ടാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും അതിനകത്ത് ഉണ്ടാവും. ഓഡിറ്റർ എന്ത് ചെയ്യണം? ഹാസ് ടു റിവ്യൂ എന്ത് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് റിലേറ്റഡ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇൻ ഓപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണോ. അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എന്തായിരിക്കും? മിനിമൽ ആയിരിക്കും. അപ്പം അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇൻ കേസ് ന്യൂ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ന്യൂ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഇയർ ടു ഇയർ ഒരു റിവ്യൂ നടത്തണം എന്നില്ല. വെൻ ദർ ഇസ് എ ചേഞ്ച് ഓക്കേഴ്സ്, ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവ്യൂ നടത്തേണ്ടത്. ഓക്കെ, സോ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ മാനുവൽ പ്രൊസീജിയേഴ്സ് ആയിട്ടും കമ്പ്യൂട്ടർ പ്രൊസീജിയേഴ്സ് ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഈ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെ റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ ന്യൂ ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് റിവ്യൂ ചെയ്യണം. ഇത്രയുമാണ് മെയിൻ പോയിന്റ്സ് ആ ഒരു കൺസെപ്റ്റിൽ. ഇന്റേണൽ കൺട്രോൾ എക്സ്പ്ലെയിൻ അബൌട്ട് ഇന്റേണൽ കൺട്രോൾ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെന്റ് എന്ന് ചോദിച്ചാൽ ആ ഒരു പോയിന്റാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ദെൻ ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ കൺട്രോൾസും ഉണ്ട്, അതുപോലെ തന്നെ EDP ആപ്ലിക്കേഷൻ കൺട്രോൾസും ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ജനറൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇൻ ഡീറ്റെയിൽ അതെന്താണ് സംസാരിക്കുന്നത് നോക്കാം. ജനറൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓവറോൾ കൺട്രോൾ അഫക്റ്റിംഗ് EDP ഫംഗ്ഷൻസ്, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഓവറോൾ ആയിട്ടുള്ള കൺട്രോൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ കൺട്രോൾസ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ. എന്തുണ്ട്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോൾ, ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം കൺട്രോൾസ്, അതുപോലെ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് കൺട്രോൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ, ബാക്കപ്പ് റിക്കവറി കൺട്രോൾ. റിപ്പീറ്റ് ചെയ്ത് നമ്മളത് പഠിച്ചു വെക്കും. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതൊന്ന് റിവൈസ് ചെയ്താൽ മതി. എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോൾ, ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം കൺട്രോൾസ്, അതുപോലെ തന്നെ സിസ്റ്റംസ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് കൺട്രോൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾസ്, അതുപോലെ തന്നെ ബാക്കപ്പ് ആൻഡ് റിക്കവറി കൺട്രോൾസ്.
ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിമോണിങ്സ് വെച്ചിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. OCD, അതുപോലെ തന്നെ SSB, OCD, SSB. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ, ഇതുപോലെ പോയിന്റ്സ് ആയിട്ട്, ഇത് ചെറിയ 6 പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേ ഓഫ് മെത്തേഡ് കണ്ടുപിടിക്കാം. അല്ലാത്തുള്ളവർക്ക് OCD, SSB എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോൾ, ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം കൺട്രോൾ, ദെൻ സിസ്റ്റം ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് കൺട്രോൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ, ലാസ്റ്റ് വൺ ബാക്കപ്പ് ആൻഡ് റിക്കവറി കൺട്രോൾ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോളിൽ ഓവറോൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക പെർഫോമൻസ്, ആ ഒരു രീതിയിലുള്ള കൺട്രോൾ, അതായത് ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും, അതിൻ്റെ മാനേജ്മെൻറ്റ് വെൽ ആൻഡ് ഗുഡായിട്ടാണ് പോകുന്നത് എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ്, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലുള്ള കൺട്രോള്, ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം, ഓരോ ഡേറ്റാസ് എൻട്രി ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാം എൻട്രി ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ കുറച്ച് മെഷേഴ്സ് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മെഷേഴ്സ് അല്ലെങ്കിൽ ആ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഈ ജനറൽ കൺട്രോളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് കൺട്രോൾ, ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ അതിനും കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പാക്കുക. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓരോ സിസ്റ്റം സോഫ്റ്റ്വെയർസ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും ഡേറ്റാസ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് കൺട്രോൾ പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പാക്കുക. ബാക്കപ്പ് ആൻഡ് റിക്കവറിയും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, റൂൾസ് ആസ് പെർ കൺട്രോൾസ്, ആ രീതിയിലുള്ള കൺട്രോൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾസും പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പാക്കുന്നത് ജനറൽ കൺട്രോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. എന്താണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദീസ് കൺട്രോൾസ് ആർ അച്ചീവ്ഡ് ആസ് ഫോളോസ്: സെപ്പറേറ്റിംഗ് ദ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കലി ആൻഡ് മാനേജീരിയലി ഫ്രം ദ യൂസേഴ്സ് സെക്ഷൻ. അതുപോലെ തന്നെ സെഗ്രിഗേറ്റിംഗ് ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് പേഴ്സണൽ ഇൻ കമ്പ്യൂട്ടർ departments, entrusting a separate data control group with the work of receiving and controlling data sent for processing. Then computer operation control എന്തൊക്കെയാണുള്ളത്? person who prepares the data and one who operates control will be different. ഒരു ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും ഡിഫറെൻ്റ് ആണെന്ന് ഉറപ്പാക്കുക. there will be control over physical access to control. കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു ഫിസിക്കൽ ആക്സസിൽ ഒരു കൺട്രോൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ദ റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഈച്ച് ടൈം ദ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഓരോ ടൈമിലും പ്രോപ്പർ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. എറേഴ്സ് ഇൻ ഡേറ്റ ഇൻപുട്ട് ഇൻ ടു കമ്പ്യൂട്ടർ ഷുഡ് ബി ഡിറ്റക്റ്റഡ് ബിഫോർ പ്രോസസ്സിങ്. പ്രോസസ്സ് ആവുന്നതിന് മുമ്പ് ഡേറ്റയിലുള്ള എറേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോളിനകത്ത് ഉള്ളത്. ഓക്കെ, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോളിൽ എന്തൊക്കെയായിരുന്നു? സെപ്പറേറ്റിംഗ് ദ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ്സ് ഫിസിക്കലി ആൻഡ് മാനേജീരിയലി ഫ്രം ദ യൂസർ സെക്ഷൻസ്. യൂസർ സെക്ഷനിൽ നിന്ന് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് മാനേജീരിയലി സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരിത്. ദെൻ സെഗ്രിഗേറ്റിംഗ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് പേഴ്സൺസ് ഇൻ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള പേഴ്സണൽസിൻ്റെ ഓരോ പെർഫോമൻസ് അവരുടെ ഓരോ രീതിയിലുള്ളതായിരിക്കും, അതിനൊരു പ്രോപ്പർ സെഗ്രിഗേഷൻ ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് എ സെപ്പറേറ്റ് ഡേറ്റ കൺട്രോൾ ഗ്രൂപ്പ് വിത്ത് ദ വർക്ക് ഓഫ് റിസീവിംഗ് ആൻഡ് കൺട്രോളിംഗ് ഡേറ്റ സെൻഡ് ഫോർ പ്രോസസ്സിങ്ങിലേക്ക് വിടുന്ന ഡേറ്റാസ് അതിനെ എന്താ പറയുക കറക്റ്റായിട്ട് റിസീവ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോളിൽ. കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോൾ എന്തൊക്കെയായിരുന്നു? ദ പേഴ്സൺ ഹൂസ് പ്രിപ്പയർ ദ ഡേറ്റ വൺ ഹൂ ഓപ്പറേറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പ്രിപ്പയർ ചെയ്യുന്ന ആളും അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്ന ആളും എന്താണ്, ഡിഫറെൻ്റ് ആണെന്ന് ഉറപ്പാക്കുക. ഫിസിക്കൽ ആക്സസ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഈച്ച് ടൈം എന്ത് ചെയ്യണം, റെക്കോർഡ് കീപ്പ് ചെയ്യണം. ദെൻ എറേഴ്സ് എന്ത് ചെയ്യണം, ബിഫോർ പ്രോസസ്സിങ് ഡിറ്റക്റ്റഡ് ആവുന്നുണ്ടെന്നുള്ളതും ഉറപ്പാക്കുക. ദെൻ ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം കൺട്രോളിൽ എന്താണ്, അറൈവ്ഡ് അറ്റ് ഹാസ് ഷോൺ ബിലോ. കീപ്പിംഗ് ഫയൽസ് ഇൻ ദ കസ്റ്റഡി ഓഫ് പേഴ്സൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദോസ് ഹു യൂസ് ദ കമ്പ്യൂട്ടർ. ദ ഫയൽസ് ആർ കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അതായത് ഓരോ ഫയൽസും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അത് കീപ്പ് ചെയ്യുന്നത്. ദ ഫയൽ ഷുഡ് ബി കീപ്പ് അണ്ടർ ലോക്ക് ആൻഡ് കീ. യൂസ് ഓഫ് പ്രോഗ്രാംസ് ഈസ് കൺട്രോൾഡ് ബൈ യൂസിങ്
പാസ്വേഡ് ഉണ്ടായിരിക്കും. ദീസ് പാസ്വേഡ് പീരിയോഡിക്കലി ചേഞ്ച്, നെസസറി ഒരു സെർട്ടൻ ടൈം ഓഫ് പീരീഡിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ ടു ബി പുട്ട് ഇൻ ടു ദ കമ്പ്യൂട്ടർ ആർ ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ബിഫോർ ബീങ് അക്സെപ്റ്റഡ് ബൈ ദ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിലേക്ക് വരുന്ന ഡേറ്റ ഒരു ഓതറൈസ്ഡ് ഒഫീഷ്യൽ അപ്രൂവ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. ഈ കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അറ്റ് പ്രൊവൈഡിങ് reasonable assurance so that the systems are developed and maintained in an authorized and efficient manner. അതിനുള്ളതാണ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് കൺട്രോൾ ടു പ്രൊവൈഡ് എ റീസണബിൾ അഷുറൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? ഈ സിസ്റ്റംസ്, ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം ഓതറൈസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിലാണെന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ എന്താണ്? അക്വിസിഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോളിലുള്ളത്. ബാക്കപ്പ് ആൻഡ് റിക്കവറി എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദ കൺട്രോൾ വർക്ക് ടുവേർഡ്സ് ഓഫ് സൈറ്റ് മെയിൻ്റെനൻസ് ഓഫ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ്. ബാക്കപ്പ് ഫോർ ദ എക്യുപ്മെൻറ്റ് ഇൻ കേസ് എപ്പോഴാണ് എക്യുപ്മെൻറ്റ് ഫെയിലിയർ, എന്തെങ്കിലും സിസ്റ്റം എറേഴ്സ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമ്മളെ എല്ലാ ഡേറ്റാസും ഓഫ് സൈറ്റ് മെയിൻ്റെനൻസ്, എല്ലാ ഡേറ്റാസിൻ്റെയും ഒരു ഓഫ് സൈറ്റ് മെയിൻ്റെനൻസ് എന്ത് ചെയ്യും? ഉറപ്പുവരുത്തുന്നതാണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി കൺട്രോളിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ EDP ആപ്ലിക്കേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്ന് പറയുന്നത് മെൻറ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സ്പെസിഫിക് കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഓവർ ദ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസ്. ഓരോ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസിലുള്ള സ്പെസിഫിക് കൺട്രോൾ പ്രൊസീജിയേഴ്സിനുള്ളതാണ് എന്ത്? ആപ്ലിക്കേഷൻ കൺട്രോൾ. ജനറൽ എന്ന് പറയുന്ന ഒരു ഓവറോൾ കൺട്രോളാണ്. എന്നാൽ ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഫോർ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസ്. അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസിൽ സ്പെസിഫിക് കൺട്രോൾസ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഡോക്യുമെൻറ്റേഷൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് കൺട്രോൾസ്, പ്രോസസ്സിംഗ് കൺട്രോൾസ്, ഔട്ട്പുട്ട് കൺട്രോൾസ്, മാസ്റ്റർ ഫയൽ കൺട്രോൾ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നമ്മുടെ ജനറൽ കൺട്രോളിൽ എന്തൊക്കെയായിരുന്നു? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൺട്രോൾ, ഡേറ്റ എൻട്രി ആൻഡ് പ്രോഗ്രാം കൺട്രോൾ, സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് കൺട്രോൾ, സോഫ്റ്റ്വെയർ കൺട്രോൾ, ബാക്കപ്പ് ആൻഡ് റിക്കവറി കൺട്രോൾസ്. ഓക്കെ, സോ ഇതിലെന്തായിരുന്നു? ആപ്ലിക്കേഷൻ കൺട്രോളിൽ ഡോക്യുമെൻറ്റേഷൻ, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് കൺട്രോൾ, മാസ്റ്റർ ഫയൽ കൺട്രോൾ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? DIPOM എന്ന് നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, ഡിപ്പം എന്ന് നമുക്കിവിടെ പഠിക്കാം. DIPOM. D for document, I for input control, P for processing control, O for output control, M for master file control. മറ്റേതെന്തായിരുന്നു? OCD SSB. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കൺട്രോൾ എന്തിനാണ്? ഡോക്യുമെൻറ്റേഷൻ കൺട്രോൾ ആർ ഇൻറ്റൻറ്റഡ് എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ ദാറ്റ് ആഡിക്വേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് സിസ്റ്റം ഡോക്യുമെൻറ്റേഷൻ ഇസ് മെയിൻറ്റെയിൻഡ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സിസ്റ്റം ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ കൺട്രോൾ. ആൻഡ് ഇൻപുട്ട് കൺട്രോൾ എന്തിനാണ്? ദ എനേബിൾ ദ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഓഫ് എറേഴ്സ് ബിഫോർ കോസ് ഇൻകറക്റ്റ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇൻപുട്സിലുള്ള എറേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പ്രോസസ്സിംഗ് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോൾ സ്ട്രൈവ് ഫോർ അച്ചീവിങ് ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് പ്രോസസ്സിംഗ് ഓഫ് ഇൻപുട്ട് ആൻഡ് ജനറേറ്റഡ് ഡേറ്റ. കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്താ പ്രോസസ്സിങ്. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് എവിടെയാണ്? പ്രോസസ്സിങ് കൺട്രോളിലാണ്. അതേസമയം ഔട്ട്പുട്ട് കൺട്രോൾ എന്താണ്? ഡിസൈൻഡ് ടു എൻഷുർ ദാറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിങ് ആർ ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. പ്രോസസ്സിങ് കൺട്രോളിൽ ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. ഔട്ട്പുട്ട് കൺട്രോളിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ള ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാസ്റ്റർ ഫയൽ ഡേറ്റ which are updated and amended in every run of system. Data contained in standing data files are updated periodically. Periodically updated ആയിട്ടുള്ള ഡേറ്റാസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് എന്നുള്ളത് ഉറപ്പാക്കുക. എവിടെ? മാസ്റ്റർ ഫയൽ കൺട്രോൾസ്. ഓക്കെ, സോ
അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എവിടെ? ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സിൽ 2 ഉണ്ടായിരുന്നു. ജനറൽ കൺട്രോൾസ് ഉണ്ടായിരുന്നു, EDP ആപ്ലിക്കേഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുള്ളിൽ ജനറൽ കൺട്രോൾസിൽ ഒരു 6 സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. OCD, SSB മറന്നു പോകാതിരിക്കുക, റീഡ് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് റീഡ് ചെയ്യുക, പോയിന്റ്സ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഇൻ ബിറ്റ്വീൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. എനിവേ പോയിന്റ്സ് നിങ്ങൾ മിസ്സാവാതിരിക്കുക. ആൻഡ് ആപ്ലിക്കേഷൻ കൺട്രോളിൽ എന്തൊക്കെയായിരുന്നു? DIPOM, DIPOM. ഓക്കെ, സോ അത്രയുമായിരുന്നു. സോ നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇന്റേണൽ ചെക്ക് എന്താണ് എന്നുള്ളതാണ്. സോ ഇന്റേണൽ ചെക്ക് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് ആർക്കാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? എംപ്ലോയീസിനാണ് ഓഫ് കോഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് അതിനൊരു പ്രത്യേകതയുണ്ട്. ഇൻ സച്ച് എ വേ ദാറ്റ് work done by one employee is automatically checked by another employee. ഒരു എംപ്ലോയി ചെയ്യുന്ന വർക്ക് മറ്റൊരു എംപ്ലോയി ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ഈ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു അറേഞ്ച്മെൻറ്റിനാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. അതിലൂടെ എന്താണ് പോസിബിൾ ആവുന്നത്? സ്പെഷ്യലൈസേഷൻ. കാരണം സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആയിരിക്കും നമ്മൾ ഒരു വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, അലോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ സ്പെഷ്യലൈസേഷൻസ്. ബേസിക്കലി ഇന്റേണൽ ചെക്ക് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. സോ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ പറയുമ്പോൾ എന്താണ്? നമുക്ക് ബ്രേക്കപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് ഓഫ് സ്പൈസർ ആൻഡ് പെഗ്ലർ. സ്പൈസർ ആൻഡ് പെഗ്ലർ പറയുന്നത് എ സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ. എന്താണ്? ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റാഫ് ഡ്യൂട്ടീസ്. സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. അതാണ് ബേസിക്കലി എന്ത്? ഇന്റേണൽ കൺട്രോൾ. അത് ഏത് രീതിയിലാണ്? വെയർ ബൈ നോ വൺ പേഴ്സൺ ഈസ് അലൗഡ് ടു ക്യാരി ത്രൂ ആൻഡ് റെക്കോർഡ് എവറി ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻ്റെ എല്ലാ ആസ്പെക്റ്റും ഒരൊറ്റ എംപ്ലോയി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന രീതിയിൽ ഒരിക്കലും വരില്ല. പിന്നെ എങ്ങനെയാണ്? സോ ദാറ്റ് വിത്തൗട്ട് കൊല്യൂഷൻ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. സോ ദാറ്റ് വിത്തൗട്ട് കൊല്യൂഷൻ ബിറ്റ്വീൻ 2 or more employees persons fraud is prevented. ഒന്നോ അതിൽ കൂടുതലോ സ്റ്റാഫിനിടയിൽ ഒരു കൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവാതെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രോഡ് പ്രിവെൻറ്റ് ആവുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു ദ മിനിമം. എറർ ഉണ്ടാവാനുള്ള സാധ്യത അതിൻ്റെ മിനിമത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. ഇതാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നു. ആര്? സ്പൈസർ ആൻഡ് പെഗ്ലർ. സോ ബ്രേക്കപ്പ് ചെയ്ത് പഠിക്കുമ്പം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ എവിടെയായിരുന്നു നമ്മുടെ ബ്രേക്കപ്പ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. എന്താ? ഫസ്റ്റ് സെൻറ്റൻസ്, ഇന്റേണൽ ചെക്ക് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റാഫ് ഡ്യൂട്ടീസ് ഇൻ സച്ച് എ വേ ദാറ്റ് നോ പേഴ്സൺ ഈസ് അലൗഡ് ടു ക്യാരി ത്രൂ ആൻഡ് ടു റെക്കോർഡ് എവറി ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. സോ ദാറ്റ് അതുകൊണ്ട് എന്താണ്? ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേറെ ഒരു കാര്യം കൂടെ പോസിബിൾ ആവുന്നുണ്ട്. പോസിബിലിറ്റീസ് ഓഫ് എറേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു മിനിമം. ഇങ്ങനെ ഒരു 3-4 ബ്രേക്കപ്പ് കൊടുത്താൽ ഈ ഡെഫിനിഷൻ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കരുതോ? ഓക്കെ, ദെൻ FRM DIPOM എന്താണ് പറയുന്നത്? ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എ കണ്ടിന്യൂസ് ഇന്റേണൽ ഓഡിറ്റ്. ഒരു കണ്ടിന്യൂസ് ഇന്റേണൽ ഓഡിറ്റ് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമിനേഷൻ, ഒരു ഇന്റേണൽ എക്സാമിനേഷൻ ആണ് എന്തെന്നാണ് പറയുന്നത്? ഇന്റേണൽ ചെക്ക് എന്നാണ് DIPOM പറയുന്നത്. ക്യാരിഡ് ഓൺ ബൈ സ്റ്റാഫ്. ആരാണത് നടത്തുന്ന? ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് ആരാണ് നടത്തുന്നത്? സ്റ്റാഫാണ്. സ്റ്റാഫ് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞപ്പോൾ പഠിച്ചു, ഒരു സ്റ്റാഫ് ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ഇന്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയി ആണ്. ഓഡിറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇന്റേണൽ ഓഡിറ്റ് ആരാണ് ക്യാരി ഓൺ ചെയ്യുന്നത്? ബൈ ദ സ്റ്റാഫ് ഇറ്റ് സെൽഫ്. സ്റ്റാഫ് തന്നെയാണ് ആ ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ചെക്ക് നടത്തുന്നത്. ബൈ മീൻസ് ഓഫ് വിച്ച് ദ വർക്ക് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ചെക്ക്ഡ് ബൈ അതർ മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ്. മറ്റ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇൻഡിപെൻഡൻറ്റ് എംപ്ലോയീസിൻ്റെയും വർക്ക് എക്സാമിൻ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. സോ ഇതായിരുന്നു നമ്മുടെ 2 ഡെഫിനേഷൻ. ഡിഫൈൻ ഇന്റേണൽ ചെക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു 2 മാർക്സിൻ്റെയോ 3 മാർക്സിൻ്റെയോ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ ചെക്കിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. മാറിപ്പോയത് ഇന്റേണൽ കൺട്രോൾ ഉണ്ട്, ഇന്റേണൽ ചെക്ക് ഉണ്ട്. ഓക്കെ, സോ ഇന്റേണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. മോറൽ ചെക്ക് ഓവർ സ്റ്റാഫ്, അതുപോലെ തന്നെ എൻഷുർ ദ അക്കൗണ്ടിങ് സിസ്റ്റം പ്രൊഡ്യൂസസ് റിലയബിൾ ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ റിലയബിൾ ആൻഡ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് വരുന്നതെന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷനും ഒരു എംപ്ലോയി മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ്റെ പല സ്റ്റെപ്സ് പല എംപ്ലോയീസ് ആണ് ചെയ്തു വരുന്നത്. സോ അപ്പോൾ അവിടെ ഒരു റിലയബിൾ ആൻഡ് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ്
എവിടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ആവുന്നത് എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റുന്നു. പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ ടു ദ റിസോഴ്സസ് ഓഫ് ബിസിനസ് അഗെയിൻസ്റ്റ് ദ ഫ്രോഡ്, ഇൻഎഫിഷ്യൻസി, കെയർലെസ്നെസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ സോ ദാറ്റ് ഒരു വർക്ക് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപേ തന്നെ ഓരോ സ്റ്റെപ്പും എന്താവുന്നുണ്ട്, വെരിഫൈഡ് ആയിട്ട് പോകുന്നുണ്ട്. Then distribute work in such a manner that no business transaction is left unrecorded. ഒരു ബിസിനസ് ട്രാൻസാക്ഷനും മിസ്സാവാത്ത രീതിയിലായിരിക്കും നമ്മൾ ഈ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ടു allocate duties and responsibilities of each clerk in such a way that ഫ്രോഡ് നടക്കാതിരിക്കുക അല്ലെങ്കിൽ എറർ ഒഴിവാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ട്രാൻസാക്ഷനിൽ തന്നെ ഒരുപാട് സ്റ്റാഫ് വർക്ക് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എല്ലാവരുടെയും ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതെ ഒരു ഫ്രോഡ് അവിടെ നടക്കുക അല്ലെങ്കിൽ ഒരു എറർ അവിടെ നടക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പം ഒരാൾ എന്താ ചെയ്യുക, പോസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ജേർണൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കും വർക്ക് നടന്നു പോകുന്നത്. ടു റെഡ്യൂസ് ദ ഒക്കറൻസ് ഓഫ് എറേഴ്സ്, ഫ്രോഡ്സ്, അതുപോലെ തന്നെ ഇറഗുലാരിറ്റീസ് ഇൻ ദ ബിസിനസ്സിന് ഉണ്ടാവാൻ സാധ്യതയുള്ള എറർ, ഫ്രോഡ് എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ക്ലർക്ക് ത്രൂ ദ പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക്. അത് നടക്കുന്നതോടുകൂടി തന്നെ ക്ലർക്ക് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ്, സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്, ഒരു ഫ്രോഡ് അല്ലെങ്കിൽ എറർ നടക്കുന്ന അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വേറൊരാൾ ഇത് വെരിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് വിത്ത് ഈസ് ആൻഡ് എഫിഷ്യൻസി. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ടു എൻഷുർ ദാറ്റ് വൺ പേഴ്സൺ ഡസ് നോട്ട് പെർഫോം എനി സിംഗിൾ ടാസ്ക് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഫും ഒരു വർക്ക് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് കംപ്ലീറ്റ്ലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉറപ്പാക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എങ്ങനെ ആണ് എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ ഈ താഴെ പറയുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിവിഷൻ ഓഫ് വർക്ക്, then job rotation, then authority levels, separation of custody and recording, accounting controls, well established policies and procedures, cross checking എന്നുള്ളതാണ് കേട്ടോ. cross checking of transactions, compliances with statutes, preparation of financial statements, safeguarding assets in the safeguarding. Okay. സോ പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെന്ന് ഉറപ്പാക്കാം. അതുപോലെ തന്നെ ജോബ് റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ അതോറിറ്റി ലെവൽസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. ഓരോരുത്തരും ആരോടാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്, ആൻസബിൾ ആവേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. സെപ്പറേഷൻ ഓഫ് കസ്റ്റഡി ആൻഡ് റെക്കോർഡിംഗ്, ഓരോരുത്തരുടെ ഓരോ ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ അത് കസ്റ്റഡിയിലിരിക്കുന്ന ആളും അതുപോലെ തന്നെ റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളും അത് രീതിയിലുള്ളൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടാവണം. അക്കൗണ്ടിങ് കൺട്രോൾസ് ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ക്രോസ് ചെക്കിങ്, ഒരു ട്രാൻസാക്ഷൻസിൻ്റെ ക്രോസ് ചെക്കിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ദെയർ ഈസ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കംപ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സേഫ് ഗാർഡിങ് അസറ്റ്സ്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇനി ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്മിറ്റ് ഫ്രോഡ് അണ്ടർ ദിസ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ ഫ്രോഡ് പെർഫോം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ടാസ്ക് ആരും കംപ്ലീറ്റ്ലി ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് പെർഫോം ചെയ്യുന്നില്ല എവിടെ, ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓക്കെ, സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അതായിരുന്നു. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനി ഡിസോണസ്റ്റി ഓഫ് സ്റ്റാഫ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഫൈൻഡ് ഔട്ട്. ഏതെങ്കിലും സ്റ്റാഫ്
ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു ഡിസോണസ്റ്റി അല്ലെങ്കിൽ ഒരു ഫ്രോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോഡ് കണ്ടക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് എന്താവുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഇവിടെ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി ഫോർ എനി വർക്ക് ക്യാൻ ഈസിലി ബി ലൊക്കേറ്റഡ്. സോ ഓരോ എംപ്ലോയീസിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്ക് ഈസി ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആക്ട് ആസ് എ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് ആണ്. പ്രോപ്പർ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഇന്റേണൽ ചെക്ക് എൻഷുർസ് ഗ്രേറ്റർ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് ഓഫ് വർക്ക്. ഒരു വർക്ക് എന്താ പറയുക, പ്രോപ്പർ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് ടൈംലി ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും ഇന്റേണൽ ചെക്കിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് ഈസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു ഓഡിറ്ററിന് ഒരു ഫൈനൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഇറ്റ് ഈസ് പോസിബിൾ. ഒരു ഇന്റേണൽ ഓഡിറ്റ് ഡൺ ബൈ എംപ്ലോയീസ് ആണെന്നുള്ളതാണ് നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ഡെഫിനേഷനിൽ പോളയുടെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് ക്യാരി ഓൺ ചെയ്യുന്നത്? സ്റ്റാഫ് തന്നെ ക്യാരി ഓൺ ചെയ്യുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഓഡിറ്റിൽ ഓഡിറ്ററിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഓഡിറ്ററിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ആ ഒരു സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാഫിന് ഉള്ള ഒരു മോറൽ ചെക്ക് അവിടെ നടക്കുന്നുണ്ടാവും, എറേഴ്സ് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റഡ് ആവുന്നുണ്ടാവും. ഫ്രോഡൊക്കെ ആണെങ്കിലും ഇമ്മൊറാലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇമ്മൊറാലിറ്റി അല്ല ഡിസോണസ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് കൂടാതെ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസിൻ്റെ കുറച്ച് ദോഷങ്ങൾ കൂടെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് എസ്പെഷ്യലി ഫോർ സ്മോൾ ബിസിനസ് ഹൗസസ്. ചെറിയ ബിസിനസ് യൂണിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ഇൻ ദിസ് സിസ്റ്റം ക്വാളിറ്റി ഈസ് സാക്രിഫൈസ്ഡ് ഫോർ പ്രോംപ്റ്റ്നെസ്. ക്വാളിറ്റി സാക്രിഫൈസ് അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വർക്ക് കംപ്ലീറ്റ്ലി ഒരാൾ ചെയ്യുന്ന സമയത്ത് ആൾക്ക് ആ വർക്കിനെ പറ്റി ത്രൂ ഔട്ട് ദ എൻഡ് ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു രീതി ആയിരിക്കില്ല ഒരൊറ്റ വർക്ക് പലരും ചേർന്ന് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് കെയർലെസ്നെസ് എമംഗ് റെസ്പോൺസിബിൾ ആൻഡ് ഹൈ ഒഫീഷ്യൽ ഇൻക്രീസസ്. ദേ ബിലീവ് ദാറ്റ് അണ്ടർ എ സൗണ്ട് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക്, ഒരു സൗണ്ട് ആയിട്ടുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സും പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ അവർ അത് ഹാൻഡിൽ ചെയ്തോളൂ. അപ്പം ഹെഡിന്റെ ഭാഗത്തുനിന്ന്, ഹെഡ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിന്റെ ഭാഗത്തുനിന്ന് ഒരു ലേസിനെസ് അല്ലെങ്കിൽ കെയർലെസ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഇഫ് ദ സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് ഇസ് നോട്ട് പ്രോപ്പർലി ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും തന്നെ കിട്ടാതെ തന്നെ അതിനേക്കാൾ വലിയ നെഗറ്റീവ്സ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസോർഡർ ഇൻ ദ വർക്കിംഗ് ഓഫ് ബിസിനസ്സിൻ്റെ വർക്കിങ്ങിൽ ഒരു ഡിസോർഡർ ആണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണെങ്കിൽ മാത്രമേ ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു എന്താ പറയുക, കുറച്ചും കൂടെ മോർ ഡേഞ്ചറസ് എന്നൊക്കെ നമുക്ക് പറയാം. സോ അത്രയാണ് എന്താ ഡിസഡ്വാൻറ്റേജസ്. സോ ഇന്റേണൽ ചെക്കിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്ററിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഹി ഷുഡ് കോൾ for a brief statement from his client regarding the internal check system. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഓപ്പറേഷനിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഫസ്റ്റ് വൺ അതാണ്. സെക്കൻഡ് വൺ എന്താണ്? ദെൻ ഹി ഷുഡ് എക്സാമിൻ ദ സിസ്റ്റം ഇൻ ദ ലൈറ്റ് ഓഫ് സൈസ് ആൻഡ് നേച്ചർ. ബിസിനസ്സിൻ്റെ നേച്ചർ, അതിൻ്റെ ആ ഒരു ലാർജ് സ്കെയിലാണോ സ്മോൾ സ്കെയിലാണോ അതൊക്കെ അനുസരിച്ച് ആ ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. ദാറ്റ് തേർഡ് വൺ എന്താണ്? ഹി ഷുഡ് സീ ഹൗ ഫാർ ദ സിസ്റ്റം ഹാസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അത് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവിടെ ഫ്രോഡ്, വെൽ ആൻഡ് ഗുഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചാൻസ് ഓഫ് ഫ്രോഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സലൻറ്റ് ഹൗ ഫാർ അത് പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഓഡിറ്റ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ബിസിനസ്സിൻ്റെ നേച്ചറും സൈസും അനുസരിച്ച് അതിനെ എക്സാമിൻ ചെയ്യണം. എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ പോസിബിലിറ്റി ഹൗ ഫാർ ആണ്, പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഹൗ ഫാർ ആണെന്നുള്ളത് എക്സാമിൻ ചെയ്യണം. ഹി ഷുഡ് എക്സാമിൻ ദ സിസ്റ്റം കെയർഫുള്ളി ആൻഡ് വർക്ക് വിത്ത് പ്രൂഡൻസ് ആൻഡ് കോഷൻ. അത് ജനറൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. ഇഫ് ദ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഈസ് നോട്ട് ഡിഫക്റ്റീവ്, അത് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി, കെയർഫുള്ളി ചെയ്യണം എന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഓഡിറ്ററി റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്.
it's not much important. If the internal check is not defective, the auditor may conveniently avoid an in-depth checking of all transaction. അത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു ഓഡിറ്ററിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്ററിന് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഹി മേ സെലക്ട് സം റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസാക്ഷൻ ഓൺ എ പെർട്ടിക്കുലർ ബുക്സ്. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഫിഫ്ത്ത് പോയിന്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അത് ഓഡിറ്ററിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് പോയിന്റ് എനിവേ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. സെക്കൻഡ് പോയിന്റും ഓൾസോ എക്സാമിൻ ചെയ്യണം എന്നുള്ളത്, ഹൗ ഫാർ ആണ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ നോക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിക്സ്ത് പോയിന്റ് ആണ്. ഹി മേ സെലക്ട് റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ്. കുറച്ച് റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് ആ റാൻഡം ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. ഈ ഷുഡ് നോട്ട് നെഗ്ലിജന്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ സൗണ്ട്നെസ് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഇന്റേണൽ ചെക്ക് സിസ്റ്റം അതിൻ്റെ സൗണ്ട്നെസ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിൽ നെഗ്ലിജൻ്റ് ആവാനായിട്ട് പാടില്ല, കെയർലെസ് ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇഫ് ദ സിസ്റ്റം ഈസ് ഡിഫക്റ്റീവ്, ഹി ഷുഡ് നോട്ട് പ്രിസ്യൂം ദാറ്റ് എവറിത്തിങ് ഈസ് സോൾവഡ്. സിസ്റ്റം ഡിഫക്റ്റീവ് ആണെങ്കിൽ ഒരിക്കലും അതിനെ റിലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. If the system is defective, he should not presume that everything is all right. In such a situation, he should carry on a detailed checking. ഇപ്പോൾ സിസ്റ്റം എക്സാമിൻ ചെയ്ത സമയത്ത് എഫക്റ്റീവ് അല്ലാന്ന് തോന്നി, അപ്പോൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെ ആര് കണ്ടക്ട് ചെയ്യണം, നമ്മുടെ ഓഡിറ്റർ കണ്ടക്ട് ചെയ്യണം. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 and 5 ആണ്. ബാക്കി എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 7 points you have to by heart as the duties of auditor as regards to internal check. So internal control എന്താണെന്ന് പറഞ്ഞു, internal check എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് internal audit എന്താണ് എന്നുള്ളതാണ്. internal audit എന്താണ്? Internal audit എന്താണ്? Refers to an independent appraisal of activities within an organization for the review of അക്കൗണ്ടിങ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു അപ്രൈസൽ, ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഓഫ് ആക്ടിവിറ്റിയാണ്. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതർ ബിസിനസ് പ്രാക്ടീസസും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ, വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. ആക്ടിവിറ്റി വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ വിത്തിൻ. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് പ്രൊഫസർ വാൾട്ടർ ബി മേക്സ് പറഞ്ഞിട്ടുള്ളത്, ഇന്റേണൽ ഓഡിറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ബൈ എ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ് ഫംഗ്ഷനിങ് ആസ് എ ഫുൾ ടൈം സാലറിഡ് എംപ്ലോയീസ് ആയിട്ട് ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റാഫാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആൻഡ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ബൈ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്. ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ബൈ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്. അവർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ആസ് എ ഫുൾ ടൈം സാലറീഡ് എംപ്ലോയീസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഈസ് independent appraisal activity within an organization for the review of accounting, financial and other operation as a basis for service to the management. എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ആക്ടിവിറ്റി. എന്താണ്? ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ആക്ടിവിറ്റി എവിടെ നടക്കുന്നു? വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ട് നടക്കുന്നു? ഫോർ ദ റിവ്യൂ ഓഫ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് അതർ ഓപ്പറേഷൻസ്. എന്തിൻ്റെ ബേസിലാണ്? ആസ് എ ബേസിസ് ഫോർ സർവീസ് ടു ദ മാനേജ്മെൻറ്റിന് ഒരു സർവീസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു അപ്രൈസൽ, ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ആക്ടിവിറ്റി എവിടെ നടക്കുന്നത്? ഓർഗനൈസേഷനുള്ളിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ? അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, മറ്റ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതായിരുന്നു നമ്മുടെ 2 ഡെഫിനിഷൻസ്. ബ്രേക്കപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. ഫസ്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ ബ്രേക്കപ്പ് ചെയ്തത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ. ഒരു കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ആണ് ഇന്റേണൽ ഓഡിറ്റ്. എന്തിൻ്റെയാണ്? ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആരാണ് നടത്തുന്നത്? ബൈ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്. അവരെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ആസ് എ ഫുൾ ടൈം സാലറീഡ് എംപ്ലോയീസ്.
ഓക്കെ, സെക്കൻഡ് വൺ ഇൻഡിപെൻഡന്റ് അപ്രൈസൽ ആക്ടിവിറ്റി ആണ്. എവിടെ നടക്കുന്നു? വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റിവ്യൂ ഓഫ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ ആക്ടിവിറ്റീസ്. ഇത് എന്തായിട്ടാണ്? ഒരു മാനേജ്മെന്റിന് ഒരു സർവീസ് ആയിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ക്യാരി ഓൺ ചെയ്യുന്നത്. സോ അത്രയുമാണ് ഡെഫിനേഷൻസ്. ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചല്ലോ. സോ ഡിഫൈൻ ഇന്റേണൽ ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ 2 ഡെഫിനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ച് എഴുതുക. സോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Important features of internal audit എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ടൈപ്പ് ഓഫ് കൺട്രോൾ വിച്ച് ഫങ്ഷൻസ് ആസ് മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അതർ ടൈപ്സ് ഓഫ് കൺട്രോൾ. മറ്റ് കൺട്രോൾസിനെ എന്ത് ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, എക്സാമിൻ ചെയ്യാനായിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ ആണ് എന്ത്? ഇന്റേണൽ ഓഡിറ്റ്. സോ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്. അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫുൾ ടൈം എംപ്ലോയീസ്. നമ്മൾ നേരത്തെ ഡെഫിനേഷൻ പഠിച്ച സംഭവം. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ബൈ എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്. ഇവർ ഈ പറഞ്ഞ ഓഡിറ്ററിൻ്റെ സ്റ്റാഫ് എങ്ങനെയാണ്? ഫുൾ ടൈം സാലറിഡ് എംപ്ലോയീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അല്ലേ, അവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഓഡിറ്റ് ആണ്, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാഫ് മേ നോട്ട് പൊസസ് പ്രൊഫഷണൽ ഓഡിറ്റ് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഈ സ്റ്റാഫ് പൊസസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. ഇതൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ 4 ഫീച്ചേഴ്സ്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് ചോദിച്ചാൽ, ഇതൊരു 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് അല്ല 4 അല്ലെങ്കിൽ 2 മാർക്സ് 2 to 4 മാർക്സിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിന് ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്? എന്തിനാണ് ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ടു കമന്റ് ഓൺ എഫക്ട്. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു കമന്റ് പറയാൻ പറ്റും എപ്പോൾ? ഇന്റേണൽ ഓഡിറ്റ് നടക്കുമ്പോൾ. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു? നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെ വെൽ ആൻഡ് ഗുഡ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനായിട്ടുള്ള കുറച്ച് കൺട്രോൾ മെഷേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്. അതിനെയും എന്ത് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. ടു വെരിഫൈ ആക്യുറസി ആൻഡ് ഓതൻറ്റിസിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ ആക്യുറസി ആൻഡ് ഓതൻറ്റിസിറ്റി. അതുപോലെ തന്നെ പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. അതുപോലെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പ്രോപ്പർ അസറ്റ്സ് പ്രോപ്പറായിട്ട് സേഫ് ഗാർഡ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. സജസ്റ്റ് വേ ടു ഇംപ്രൂവ് വീക്കായിട്ടുള്ള വീക്ക് ഏരിയാസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള വേസ് സജസ്റ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻഷുർ ദാറ്റ് അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് അസറ്റ്സ് ആർ അണ്ടർ പ്രോപ്പർ അതോറിറ്റീസ് ആണ്. ഓരോ അസറ്റ്സും അക്വയർ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പ്രോപ്പർ അതോറിറ്റീസ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഇൻകേർഡ് ആർ വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ്. വാലിഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് തന്നെയാണ് ഇൻകർ ആവുന്നുള്ളത് എന്നുള്ളതും ഉറപ്പാക്കുക. ഇതൊക്കെ എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. എന്തൊക്കെയായിരുന്നു? എഫക്റ്റീവ്നെസ്, ടു കമൻഡ് എഫക്റ്റീവ്നെസ് ഓൺ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലുള്ള ഒരു എഫക്റ്റീവ്നെസ്. അതുപോലെ തന്നെ വെരിഫൈ ആക്യുറസി ആൻഡ് ഓതൻറ്റിസിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ ആൻഡ് അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സിൻ്റെ എറേഴ്സിൻ്റെ മേർലി പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ. സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട്. ദെൻ അസറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ ലയബിലിറ്റീസ് ഇൻകർ ആവുന്നത് പ്രോപ്പറാണ്. അതുപോലെ തന്നെ ഓരോ അസറ്റ്സിൻ്റെ അക്വിസിഷനും ഡിസ്പോസലും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പ്രോപ്പർ അതോറിറ്റീസ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. സോ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ഫീച്ചർ പഠിച്ചു, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്തിനാണെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ആകുമ്പോൾ അത് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നതാണ്. സോ നമുക്ക് ഈസിയാണ് പഠിക്കാനായിട്ട്. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ, നമ്മൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ആയി, അപ്പോൾ ഇത് അഡ്വാൻറ്റേജ് ആയി മാറി. സിമ്പിൾ ആസ് ദാറ്റ്. ഏർലി ഡിറ്റക്ഷൻ സെയിം പോയിന്റ് ആണ്. ഈ 2 പോയിന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇന്റേണൽ ഓഡിറ്റ് ടെസ്റ്റ് ആക്യുറസി എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്നെസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മളിവിടെ പറഞ്ഞു അക്കൗണ്ടിങ് ബി പോയിന്റിൽ പറഞ്ഞു അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ ആക്യുറസി ആൻഡ് ഓതന്റിസിറ്റി. അത് ആ ഒരു ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ആയപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് അഡ്വാൻറ്റേജ് ആയി മാറി, ബെനിഫിറ്റ് ആയി മാറി. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഇൻഹറന്റ് വീക്ക്നെസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, വീക്ക്നെസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് എന്തിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു? ഇന്റേണൽ ഓഡിറ്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഇന്റേണൽ ഓഡിറ്റിന് മാത്രമല്ല, ഇന്റേണൽ ചെക്കിൻ്റെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒക്കെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഓഫേഴ്സ് സജഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എഫ് പോയിന്റിൽ, ഒബ്ജക്റ്റീവിൽ എഫ് പോയിന്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സജസ്റ്റ് വേ ടു ഇംപ്രൂവ് വീക്ക് ഏരിയാസ്. അത് തന്നെയാണ് ഇവിടെ ഈ പോയിന്റിൽ എന്തായിട്ട് വന്നിട്ടുള്ളത്? ബെനിഫിറ്റ് ആയിട്ട്, അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹെൽപ്സ് ഇൻ ഏർലി കംപ്ലീഷൻ ഓഫ് ആനുവൽ ഓഡിറ്റ്. ആനുവൽ ഓഡിറ്റിൽ ഹെൽപ്പിംഗ് അല്ലേ ഇന്റേണൽ ഓഡിറ്റ് എന്ന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫീച്ചേഴ്സിൽ എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു?
ഫൈനൽ ഓഡിറ്റിന് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞത് ഇന്റേണൽ ചെക്ക് ആയിരിക്കും മേ ബി. സോ ഇന്റേണൽ ഓഡിറ്റും എന്താണ്, ഒരു ആനുവൽ ഓഡിറ്റിന്റെ ഏർലി കംപ്ലീഷൻ പോസിബിൾ ആക്കുന്നു. ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് എന്താണ്, അസിസ്റ്റന്റ് ആണ് ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ എന്നുള്ളത്. സോ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ്. ഹൗവർ ദർ ഈസ് അഡ്വാൻറ്റേജസ്, നമുക്ക് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? കോസ്റ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നല്ല, എക്സ്പെൻസീവ് ആണ്. ഓഫ് ഇന്റേണൽ സെറ്റിംഗ് ഈസ് വെരി ഹൈ. അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ്, ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാഫ് ഇൻഎഫിഷ്യൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ റിലേ ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വന്ന് നോക്കുമ്പോൾ ദർ ഈസ് എൻ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ ഓഡിറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് ഇനഫ്, കുറച്ച് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, ഇൻഡെപ്ത് വെരിഫിക്കേഷൻ എക്സാമിനേഷൻ വേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അവർ ഇൻഎഫിഷ്യൻ്റ് ആണെന്നുള്ളത് ഇവരറിയുന്നില്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഐഡിയ അവിടെ, ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് പ്രോപ്പർലി അവിടെ എന്താവുന്നില്ല, ബ്രിങ്സ് ഔട്ട് ആവുന്നില്ല. സോ ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാഫ് വർക്ക് അണ്ടർ ഡയറക്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ഷനിലാണ്. ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം എംപ്ലോയിഡ് സ്റ്റാഫ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അവരെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റിന് വരുത്താൻ പറ്റുന്ന ഫ്രോഡൊന്നും ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നോ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവരെയാണ്. നമ്മളിതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താ പറയുക, ഒരു ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാഫിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നെസസറി അല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ലെസ് ക്വാളിഫൈഡ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് അതിലേക്ക് ഒരു വേക്കൻസിയിലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ ഉണ്ടാവാവുന്ന എറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്രയും 4 ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്. സോ ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇന്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണ് ഇന്റേണൽ ഓഡിറ്റർ? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്ററിനെ? മാനേജ്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ്. കമ്പനിയുടെ ആണെങ്കിൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ. പിന്നെ എംപ്ലോയി എന്ന് പറയുന്നത്, ഈ ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത് റെഗുലർ സാലറിഡ് എംപ്ലോയി ആണ്, നമ്മൾ പഠിച്ചു. പക്ഷേ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ റെഗുലർ സാലറി എംപ്ലോയി ആണോ? നോട്ട് ആൻ എംപ്ലോയി പോലും അല്ല, റെഗുലർ പെയ്ഡ് എംപ്ലോയി ആണ് ഇന്റേണൽ ഓഡിറ്റർ. ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അവരുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എംപ്ലോയി അല്ല. സ്റ്റാറ്റസ് എന്താണ്? ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ഇല്ല. ആർക്കില്ല? ഇന്റേണൽ ഓഡിറ്ററിനില്ല. ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിന് ഇൻഡിപെൻഡന്റ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. ക്വാളിഫിക്കേഷൻ നെസസറി അല്ല. ഇവിടെ ഇന്റേണൽ ഓഡിറ്ററിന് ക്വാളിഫിക്കേഷൻ നെസസറി അല്ല. ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിന് മസ്റ്റ് ഹാവ് എ ക്വാളിഫിക്കേഷൻ, എന്ത്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ആരാണ്? ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. പക്ഷേ സ്കോപ്പ് ഓഫ് വർക്ക് സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിന്റെ വരുന്നത്. ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. ഇത്രയും പോയിന്റ് തന്നെ എഴുതിയാലും you will get marks. by the management. Scope determined by the management, മറ്റേത് determined by the statute. Approach എന്ന് പറയുന്നത് ensures accounting information presented to the management is accurate. മാനേജ്മെന്റിന് കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്താണ്? ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്ററിന്റെ സ്കോപ്പ് ഓഫ് വർക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിന് എന്താണ്? ട്രൂ ആൻഡ് ഫെയർനെസ് എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. ഇന്റേണൽ ഓഡിറ്ററിന്റെ അപ്രോച്ച് ആരോടാണ്? മാനേജ്മെന്റിനോട് റെസ്പോൺസിബിൾ ആവുക. മാനേജ്മെന്റിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പാക്കുക. റെസ്പോൺസിബിലിറ്റി ആരോടായിരിക്കും? ഇന്റേണൽ ഓഡിറ്ററിന് മാനേജ്മെന്റിനോടായിരിക്കും. ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവരോടായിരിക്കും ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ. ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ എന്ന് പറയുന്നത് ഇസ് വാച്ച് ഡോഗ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ആരോടാണ് റെസ്പോൺസിബിൾ ആവുന്നത്? ആർക്കാണ് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അതേസമയം ഇന്റേണൽ ഓഡിറ്റർ ആണെങ്കിൽ മാനേജ്മെന്റിന് ആയിരിക്കും. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ആയിരിക്കും ആര് നടത്തുന്നത്? ഇന്റേണൽ ഓഡിറ്റർ. അതേസമയം ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ എങ്ങനെയായിരിക്കും നടത്തുന്നത്?
ടെസ്റ്റ് ചെക്കിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ഡീറ്റെയിൽഡ് ചെക്കിങ് ചില സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പീരിയോഡിക് എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി നടക്കുന്ന കാര്യമാണ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസ് ടുവേർഡ്സ് എൻഡ്, ഫിനാൻഷ്യൽ ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിന്റെ വർക്ക് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സംഭവങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് വളരെ സാധ്യതയുണ്ട്. ഇതാണെങ്കിൽ ഒരു എസ്സേയിലേക്ക് ഒരു 15 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഓക്കെ, സോ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ കൺട്രോൾ, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ്. ഈ 3 സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇന്റേണൽ ചെക്ക് എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? അറേഞ്ച്മെന്റ് ഓഫ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ വൺ പേഴ്സൺ ഇസ് ചെക്ക്ഡ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ another person. Internal control എന്താണെന്നാണ് പറയുന്നത്? ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്സിന് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം ഓഫ് കൺട്രോൾ എല്ലാം ഗുഡ് ആണെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് എക്സാമിനേഷൻ ആണ് അല്ലേ, ബൈ ഇറ്റ്സ് എംപ്ലോയീസ്. കണ്ടിന്യൂസ് എക്സാമിനേഷൻ ഓഫ് കമ്പനീസ് ഓപ്പറേഷൻ ബൈ ഇറ്റ്സ് എംപ്ലോയീസ്. അതിൻ്റെ തന്നെ എംപ്ലോയീസ് നടത്തുന്ന ഒരു വർക്കാണ്. ഇന്റേണൽ ചെക്കിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഇന്റേണൽ കൺട്രോളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കും. ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബ്രോഡ് ആയിരിക്കും. ഓക്കെ, ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇന്റേണൽ ചെക്ക് എന്നുള്ളത് അല്ലേ. ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഭാഗമാണ് ഇന്റേണൽ ചെക്ക് എന്നുള്ളത്. അതേസമയം ഇന്റേണൽ ചെക്കിനകത്ത് എന്തുണ്ട്? ഇന്റേണൽ കൺട്രോളിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും പിന്നെ മറ്റ് മെക്കാനിസം, കൺട്രോൾ മെക്കാനിസം എല്ലാം ഈ പറഞ്ഞ ഇന്റേണൽ കൺട്രോളിനുള്ളിൽ വരുന്ന കാര്യമാണ്. അതേസമയം ഒരു ഇന്റേണൽ കൺട്രോളിന്റെ പാർട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ ചെക്കും എന്തിന്റെ ഭാഗമാണ്? ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമാണ്. ഇന്റേണൽ കൺട്രോളിനകത്ത് വരുന്ന കൺസെപ്റ്റുകളാണ് ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും. ഇന്റേണൽ ചെക്കിന്റെ എയിം എന്താണ്? ലക്ഷ്യം എന്താണ്? പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്. ഇന്റേണൽ കൺട്രോൾ ആണെങ്കിൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറേഴ്സ്. എയിം അറ്റ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ഡൂയിങ് ദ വർക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഡൂയിങ് വർക്കാണ് ഇന്റേണൽ ചെക്ക് എന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഡിവൈസ് ഫോർ ബോത്ത് ഡൂയിങ് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതേസമയം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അവിടെ ചെക്കിങ് മാത്രമേ നടക്കുന്നുള്ളൂ. എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ മാത്രമേ അവിടെ ഒരു എക്സാമിനേഷൻ, ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ മാത്രമാണ്. വർക്ക് ചെയ്യുന്നത് മാത്രമാണ് ഇന്റേണൽ ചെക്ക്. വർക്ക് ചെയ്യുന്നതും എക്സാമിനേഷനുമാണ് ഇന്റേണൽ കൺട്രോൾ. എക്സാമിനേഷൻ മാത്രം അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് മാത്രമാണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. സോ അപ്പം നമ്മൾ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തതിന് നമുക്ക് പഠിക്കാനുള്ളത് വൗച്ചിങ് എന്താണ് എന്നുള്ളതാണ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഓഡിറ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൂ ആൻഡ് ഫെയർ ആണ്, ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണെന്ന് ഉറപ്പാക്കാനായിട്ട് എക്സാമിൻ ചെയ്യുന്നു. ആ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും വാലിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളതിനൊരു സോളിഡ് എവിഡൻസ് ഉണ്ടല്ലോ. ആ ഒരു എവിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട്, ഒറിജിനൽ ഡോക്യുമെന്റ് വെച്ചിട്ട് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. സോ മീനിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൗച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? examination of documentary evidence in support of transactions contained in the books of account. Books of accounts ഉള്ള ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി ആയിട്ടുള്ള എവിഡൻസസ് എന്ത് ചെയ്യുക? എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അതൊരു കെയർഫുൾ എക്സാമിനേഷൻ ആണ്. ഈ സപ്പോർട്ടിങ് എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവോയ്സ് ആവാം, റെസിപ്റ്റ്സ് ആവാം, മിനിറ്റ്സ് ആവാം, കോൺട്രാക്ട്സ് ആൻഡ് മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും, ഈ വൗച്ചിങ്ങിനകത്ത് വരും. വൗച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വൗച്ചിങ് ഈസ് എൻ ആക്ട് ഓഫ് കമ്പയറിംഗ് എൻട്രീസ്. എവിടെയുള്ള? ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വിത്ത് ഡോക്യുമെന്ററി എവിഡൻസസ് ഇൻ സപ്പോർട്ട് ദെയർ ഓഫ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്നു വിത്ത് വാട്ട്? ഡോക്യുമെന്ററി എവിഡൻസസ് സപ്പോർട്ടിംഗ് ദ ട്രാൻസാക്ഷൻ. ഓക്കെ, വൗച്ചിങ് മീൻസ് ടെസ്റ്റിംഗ് ദ ട്രൂത്ത് ഓഫ് ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിലുള്ള ഐറ്റംസിന്റെ ട്രൂത്ത് വെരിഫൈ ചെയ്യുന്നതാണ് വൗച്ചിങ് എന്നാണ് അടുത്തൊരു ഡെഫിനേഷൻ. ഡിഫൈൻ വൗച്ചിങ് എന്ന് ചോദിച്ചാൽ എഴുതാനും മാത്രം പഠിച്ചിരിക്കും. ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ.
ഓക്കെ. സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഫൈൻ വൗച്ചിങ് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ വൗച്ചിങ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇത് ഈ 2-3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ് എന്താണ്? കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് വേരിയസ് ഡോക്യുമെൻറ്റ്സ് ഓഫ് എവിഡൻസസ്. ഓരോ എവിഡൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കെയർഫുള്ളി എക്സാമിൻ ചെയ്യുന്നു. ഓഫ് വേരിയസ് ഡോക്യുമെൻറ്റ്സ്. എസെൻസ് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ഒരു ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ ആണ് എന്ത്? വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ബട്ട് വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റ്നെസ് ആൻഡ് ട്രൂത്ത് ഓഫ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് അരിത്തമെറ്റിക്കൽ ആക്യുറസിനേക്കാൾ കൂടുതലായിട്ട് ഇവർ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന കേസ് അതും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടാവും. ബട്ട് മെയിൻലി ട്രൂത്ത്നെസ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ്, അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു കറക്റ്റ്നെസ് എത്രത്തോളമാണ് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് വൗച്ചിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് വെരിഫൈങ് ദ വാലിഡിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. സോഴ്സ് ഡോക്യുമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി എത്രത്തോളം അത് റിലയബിൾ ആണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഫീച്ചർ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് റൂട്ടീൻ ചെക്കിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആണ് വൗച്ചിങ്. പക്ഷേ വൗച്ചിങ്ങിനകത്ത് എന്തുണ്ടാവും? റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇത്രയുമാണ് 4 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ആൻഡ് ഡിഫൈൻ വൗച്ചിങ് ആൻഡ് വാട്ട് ആർ ദ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ചെയ്യുക. കെയർഫുൾ എക്സാമിനേഷൻ ആണ്, ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ ആണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസിനേക്കാൾ കൂടുതൽ കറക്റ്റ്നെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസസ്. അതുപോലെ തന്നെ റൂട്ടീൻ ചെക്കിംഗ് മാത്രമല്ല, ബട്ട് വൗച്ചിങ്ങിനകത്തുള്ള ഒരു പ്രോസസ്സാണ് റൂട്ടീൻ ചെക്കിംഗ് എന്നുള്ളത്. ദെൻ എന്താണ്? യെസ്, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് വൗച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഇനി എന്തിനാണ് വൗച്ചിങ്? നമ്മൾ എല്ലാ ടേംസും പഠിച്ചപ്പോഴും നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. അതുപോലെ തന്നെ അതെന്തിനാണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് ചോദിച്ചാലും, പർപ്പസ് ഓഫ് വൗച്ചിങ് എന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് അതിന് മതി. ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ വാട്ട് ഇസ് പർപ്പസ് എന്ന് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു വെരിഫൈ ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ദാറ്റ് ആർ സപ്പോർട്ടഡ് വിത്ത് ദ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഓരോ ട്രാൻസാക്ഷൻസിനും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ എന്താണ്? ടു കൺഫേം നോ ഫ്രോഡ് അല്ലെങ്കിൽ എറർ ഹാസ് ബീൻ കമ്മിറ്റഡ്. റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് എറർ അല്ലെങ്കിൽ ഫ്രോഡ് എന്താ പറയുക കെയർലെസ്നെസ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഓൺലി ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതും എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. എവറി ട്രാൻസാക്ഷൻസ് ആഡിക്വേറ്റ്ലി ആൻഡ് authenticated by a responsible person. ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് റിലയബിൾ ആണെന്ന് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണെന്നുള്ളത് ഉറപ്പാക്കുക. ടു എൻഷുർ ട്രാൻസാക്ഷൻസ് ഹാവ് ബീൻ റെക്കോർഡ് ഓൺ ആൻഡ് അണ്ടർ പ്രോപ്പർ ഡേറ്റിലാണ്. പ്രോപ്പർ ടൈം ആൻഡ് പ്രോപ്പർ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഡേറ്റ് പ്രോപ്പർ ഒക്കെ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക. ഇതും എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. ടു ഫൈൻഡ് ഔട്ട് വെദർ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് തമ്മിൽ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ടു വെരിഫൈ വെദർ ആക്യുറസി ഹാസ് ബീൻ ഒബ്സർവ്ഡ് ബൈ വൈൽ ടോട്ടലിംഗ് ക്യാരിങ് ഫോർവേഡ് റെക്കോർഡിംഗ് ആൻഡ് എമൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അരിത്തമെറ്റിക്കൽ ആക്യുറസിനേക്കാൾ കൂടുതൽ, അത് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ കറക്റ്റ്നെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആണ് നോക്കുന്നത്. ബട്ട് ഇൻ ദ പ്രോസസ് ഓഫ് വൗച്ചിങ് ഈ പറഞ്ഞിട്ടുള്ള അരിത്തമെറ്റിക്കൽ ആക്യുറസിയും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ദ വേ അത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. സോ ഇത്രയുമാണ് വൗച്ചിങ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. സോ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൗച്ചിങ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻസിനായിരിക്കും വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എവിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ടു പ്രൂവ് ദ കറക്റ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻസിന് കറക്റ്റ് ആണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൂഫിനെയാണ് എന്തെന്ന് പറയുന്നത്? വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. വൗച്ചേഴ്സ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ഷുഡ് കൺസിഡർ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്. അതായത് വൗച്ചർ ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ക്ലയൻറ്റിൻ്റെ പേരിലുള്ളതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷുഡ് ബെയർ ദ സിഗ്നേച്ചർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആരുടെ സിഗ്നേച്ചർ? പേയുടെ സിഗ്നേച്ചർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. should be in the name of client. അതുപോലെ തന്നെ should bear the signature of pay, date of voucher, amounts in words and figures നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ should relate to the business under audit.
നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ബിസിനസ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ഷുഡ് ബി ഇൻസിസ്റ്റഡ് ഇൻ ദ പ്രിൻറ്റഡ് ഫോം ഓഫ് ദ പേ. പ്രിൻറ്റഡ് ഫോമിലാണ് ഈ പറഞ്ഞിരിക്കുന്ന വൗച്ചർ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. ആസ് ഫാർ ആസ് പോസിബിൾ വൗച്ചർ ഷുഡ് ബി പ്രോപ്പർലി റവന്യൂ വൗച്ചേഴ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ വൗച്ചേഴ്സും പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവണം. നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ടു ഫൈൻഡ് ഔട്ട് വെദർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എന്ത് ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ദെൻ എന്താണ്, വൗച്ചർ ഷുഡ് ബി ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പെർട്ടിക്കുലേഴ്സ് ഓഫ് വൗച്ചർ വിത്ത് റിഗാർഡ് ടു ഡേറ്റ് ആയിക്കോട്ടെ, എമൗണ്ട് ആയിക്കോട്ടെ, അക്കൗണ്ട് ഹെഡ് ആയിക്കോട്ടെ, ഷുഡ് ബി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു എൻട്രിയും ഈ പറഞ്ഞിട്ടുള്ള വൗച്ചേഴ്സും തമ്മിലുള്ള ഡേറ്റ്, എമൗണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് എല്ലാം പ്രോപ്പർ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. പ്രോപ്പർലി ഓതറൈസ്ഡ് ആണെന്നുള്ളത് ഉറപ്പാക്കണം. ഓൾട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി സൈൻഡ് ബൈ റെസ്പോൺസിബിൾ ഓഫീഷ്യൽസ്. ഏതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വൗച്ചേഴ്സിൽ എന്തെങ്കിലും എന്താ പറയുക, ഓൾട്രേഷൻസ്, ചേഞ്ചസ്, വെരിഫിക്കേഷൻസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓതറൈസ് ചെയ്തത് റെസ്പോൺസിബിൾ പേഴ്സൺസ് ആണെന്ന് ഉറപ്പാക്കാനായിട്ട് അവരുടെ സൈൻ ഉണ്ടാവണം. ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കെയർഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. നമ്മൾ വൗച്ചേഴ്സിൻ്റെ 2 ടൈപ്സ് പഠിക്കുമ്പോൾ നമുക്ക് പ്രൈമറി വൗച്ചർ, സെക്കൻഡറി വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ടാവും. പ്രൈമറി വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെൻസിനെയാണ് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആവില്ല എല്ലാ കേസിലും. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സിന് അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട്സിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി വൗച്ചർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ സെക്കൻഡറി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കെയർഫുള്ളി എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ വൗച്ചേഴ്സ് ആർ ഇൻ ദ നെയിം ഓഫ് പാർട്ട്നേഴ്സ്, ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി, സ്പെഷ്യൽ അറ്റൻഷൻ ടു ബി ഗിവൺ ടു അവോയ്ഡ് ഫ്രോഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൗച്ചറിൽ ആരുടെ പേരുണ്ടാവണം, ക്ലയൻറ്റിൻ്റെ പേരുണ്ടാവണം. ഇനിയല്ല, ക്ലയൻറ്റിൻ്റെ പാർട്ട്ണറിൻ്റെയോ അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പേരിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളി എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് തന്നെ എക്സാമിൻ ചെയ്യണം. ദെൻ ഓൾ വൗച്ചേഴ്സ് ഷുഡ് ബി ക്യാൻസൽഡ് ആഫ്റ്റർ എക്സാമിനേഷൻ ബൈ മീൻസ് ഓഫ് റബ്ബർ സ്റ്റാമ്പ് ഓർ ക്രോസിംഗ്. ഓക്കെ, എല്ലാ വൗച്ചേഴ്സും ആഫ്റ്റർ എക്സാമിനേഷൻ അത് അവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ കീഴ്ക്കാലം അങ്ങനെയല്ല, ആ ഒരു എക്സാമിനേഷൻ പ്രോസസ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്യണം. ഇത് ഓരോന്ന് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മാറ്റി വെക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഒരു 100 വൗച്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ്, ഇത് നോക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വൗച്ചർ കീറി കളയുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ല. സോ അത് മനസ്സിലാക്കിയിരിക്കുക. ഓൾ വൗച്ചേഴ്സ് ഷുഡ് ബി ക്യാൻസൽഡ് ആഫ്റ്റർ എക്സാമിനേഷൻ. അത്ര എഴുതിയാൽ മതി. സോ 14 പോയിന്റ്സ് ആണ് നമുക്കിതിനകത്തുള്ളത്. ഇതെന്തായിരുന്നു നമ്മൾ പഠിച്ചത്, പോയിന്റ്സ് ടു ബി നോട്ടഡ്. ഇപ്പോൾ വൗച്ചേഴ്സ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ എന്തുകൊണ്ടാണ് ഈ വൗച്ചിങ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഓഡിറ്റിങ്ങിലുള്ള പ്രൈമറി സ്റ്റെപ്പാണ് എന്ത്, വൗച്ചിങ് എന്ന്. നമ്മൾ പറഞ്ഞു ഓഡിറ്റിങ്ങിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി, കംപ്ലീറ്റ്നെസ് ഒക്കെ ഉറപ്പാക്കുന്നത് ഈ വൗച്ചിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ ഈ ഓഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സിൽ നമ്മൾ എന്ത് പഠിച്ചാലും അതിൽ നമുക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ് എന്നുള്ളത്. സോ ഓക്കെ, ബേസിക്സ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓർ ഐ തിങ്ക് സോ യെസ്, ഫീച്ചേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ 5th പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം റൂട്ടീൻ ചെക്കിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വൗച്ചിങ്ങും റൂട്ടീൻ ചെക്കിങ്ങും ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വൗച്ചിങ്ങിൻ്റെ ഒരു നേച്ചർ എന്താണ്? ചെക്കിങ് ഓഫ് എൻട്രീസ് വിത്ത് ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിങ് എവിഡൻസസ്, ഡോക്യുമെൻ്ററി എവിഡൻസസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. റൂട്ടീൻ ചെക്കിങ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ചെക്കിങ് ആൻഡ് കാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ എൻട്രി വന്നിട്ടുള്ളത്, ബാലൻസ് ചെയ്തത് കറക്റ്റ് ആണോ, എമൗണ്ട്സ് കറക്റ്റ് ആണോ, ടോട്ടൽ ചെയ്ത് കറക്റ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, റൂട്ടീൻ ചെക്കിങ്ങിൽ നടക്കുന്നത്. വൗച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ജെനുവിൻനെസ് ഓഫ് എൻട്രീസ്, എൻട്രിയുടെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ്. അതേസമയം റൂട്ടീൻ ചെക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്നുവെച്ചാൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഞാൻ അണ്ടർലൈൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, വൗച്ചിങ്ങിനകത്ത് എന്ന് പറയുന്നത് ചെക്കിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് വിത്ത് വാട്ട്, ഡോക്യുമെൻ്ററി എവിഡൻസസ്. മറ്റടുത്ത് എന്തായിരുന്നു? ചെക്കിങ് ഓഫ് കാസ്റ്റിംഗ്, പോസ്റ്റിംഗ്, ബാലൻസിങ്, ഫോർവേഡിങ്. എയിം എന്താണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി. മറ്റടുത്ത് ജെനുവിൻനെസ് ഓഫ് എൻട്രീസ്. സ്പെഷ്യൽ സ്കില്ല്
വൗച്ചിങ്ങിൽ ആവശ്യമാണ്. നോ സ്പെഷ്യൽ സ്കിൽ ഈസ് റിക്വയർഡ് ഫോർ റൂട്ടീൻ ചെക്കിംഗ്. ഇൻ്റലിജൻറ്റ് ചെക്കിംഗ് ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ ആണ് എന്ത്, ഈ പറഞ്ഞ വൗച്ചിങ്. പക്ഷെ അവിടെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. വൗച്ചിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ റൂട്ടീൻ ചെക്കിംഗ്. വൗച്ചിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡർ ടേം ആണ്, കുറച്ചും കൂടി സ്കോപ്പുള്ള ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് വൗച്ചിങ് എന്നുള്ളത്. ഈവൻ വെൽ ഡിസൈൻഡ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും, വൗച്ചിങ്ങിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് എക്സാമിൻഡ് വിത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഫ്രോഡ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് റൂട്ടീൻ ചെക്കിങ്ങിലായിരിക്കും. സോ വൗച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് വൗച്ചേഴ്സ്, ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള വൗച്ചേഴ്സ് ഉണ്ടാവും, പ്രൈമറി വൗച്ചേഴ്സ് ആൻഡ് കൊളാട്രൽ വൗച്ചേഴ്സ് അല്ലെങ്കിൽ സബ്സിഡിയറി വൗച്ചേഴ്സ്. പ്രൈമറി വൗച്ചേഴ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറിജിനൽ, അവൈലബിൾ ഇൻ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെനെവർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഒറിജിനൽ, അതിനെ നമ്മൾ പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയും. വെൻ നമ്മുടെ ഒറിജിനൽ കോപ്പീസ് അവൈലബിൾ അല്ലാത്തപ്പോൾ കോപ്പീസ് ഓഫ് എവിഡൻസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊളാട്രൽ അല്ലെങ്കിൽ സബ്സിഡിയറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും സോഴ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻറ്റേർണലി എക്സ്റ്റേണലി. ഇൻറ്റേർണലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിന് ഇൻറ്റേർണൽ വൗച്ചേഴ്സ് എന്നും, അതുപോലെ തന്നെ എക്സ്റ്റേണലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിന്, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിന് എക്സ്റ്റേണൽ വൗച്ചേഴ്സ് എന്നും പറയാം. ഇന്റേണൽ വൗച്ചേഴ്സ് ആർ വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് ഹിസ് സ്റ്റാഫ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് കം ഫ്രം തേർഡ് പാർട്ടീസ്, അവരുടെ കസ്റ്റമേഴ്സ് ആവാം, അതുപോലെ തന്നെ ബാങ്ക് ആവാം, ലെൻഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വൗച്ചേഴ്സ്, ഒറിജിനൽ വൗച്ചേഴ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, എക്സ്റ്റേണൽ വൗച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. മിസ്സിംഗ് വൗച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഓൾ മിസ്സിംഗ് വൗച്ചേഴ്സ്. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ചോദിക്കണം, ഈ മിസ്സിംഗ് വൗച്ചേഴ്സ് എന്തുകൊണ്ട് മിസ്സായി, അതിൻ്റെ റീസൺ വിത്ത് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ചോദിച്ചിട്ടുണ്ടാവണം. ആര്, ഓഡിറ്റർ. ഇഫ് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഈ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുകയും വേണം. സോ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് വെരിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. വെരിഫിക്കേഷൻ മീൻസ് പ്രൂവിങ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലുള്ള അസെറ്റ്സിൻ്റെ, ലയബിലിറ്റീസിൻ്റെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് വെരിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെരിഫിക്കേഷൻ ഇൻവോൾവ്സ് എക്സാമിനേഷൻ ഓഫ് വാല്യൂ, അതുപോലെ തന്നെ ഓണർഷിപ്പ്, അതുപോലെ എന്താണ് എക്സിസ്റ്റൻസ് ആൻഡ് പൊസഷൻ ഓഫ് എനി അസെറ്റ്. ഇപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒരു അസെറ്റ് ഉണ്ട്, ഒരു ലാൻഡ് ഉണ്ട്, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ആ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെയാണോ, ദെൻ അത് ഇൻ എക്സിസ്റ്റൻസ് ഉള്ളത് തന്നെയാണോ, പോയി ഫിസിക്കലി പോയി വെരിഫൈ ചെയ്യുക, കണ്ട് മനസ്സിലാക്കുക. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ പൊസഷൻ ഓഫ് അസെറ്റ്, ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ പൊസഷൻ വേറെ ആരുടെയെങ്കിലും കയ്യിലാണോ, ചാർജ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടി അത് പൊസഷനിൽ ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ റെൻഡർ കൊടുത്തിട്ടുള്ള ആ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊസഷനിലുണ്ടോ, ഓണർഷിപ്പിലുണ്ടോ, വാല്യൂ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ, ആൻഡ് വാട്ട് എക്സിസ്റ്റൻസിലുണ്ടോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ വെരിഫിക്കേഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സാമിൻ ചെയ്യണം. ഓരോ അസെറ്റ്സിൻ്റെയും ഓരോ ലയബിലിറ്റീസിൻ്റെയും വെരിഫിക്കേഷൻ ഈ ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ദസ് വെരിഫിക്കേഷൻ പ്രോസസ് ഓഫ് കളക്ടിങ് എവിഡൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഐറ്റം ഓഫ് അസെറ്റ് ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ് ഓൺ ദാറ്റ് ഡേറ്റ്, ഒരു ഗിവൺ ഡേറ്റിൽ എക്സിസ്റ്റൻസിൽ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേണിൻ്റെ ഓണർഷിപ്പിലാണോ എന്നുള്ളത്. ഇറ്റ് ഈസ് അക്വയർഡ് ഫോർ ദ ബിസിനസ്സിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്തത് തന്നെയാണോ എന്നുള്ളതും കൺഫേം ചെയ്യണം. ആൻഡ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. അതിൻ്റെ വാല്യുവേഷൻ എന്താണ്, അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളതും ഉറപ്പാക്കുക. സോ ഒരു അസെറ്റ് വെരിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഡെഫിനേഷൻ പറയുന്നത്, സ്പൈസർ ആൻഡ് പെഗ്ലർ എന്താണ് പറയുന്നത്, വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് ഇംപ്ലൈസ് എൻക്വയറി ഇൻ ടു ദ വാല്യൂ, ഓണർഷിപ്പ് ആൻഡ് ദ ടൈറ്റിൽ, എക്സിസ്റ്റൻസ് ആൻഡ് പൊസഷൻ ആൻഡ് ദ പ്രസൻസ് ഓഫ് എനി ചാർജ് ഓൺ ദ അസെറ്റ്. ഇതാണ് ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് ഇംപ്ലൈസ് എൻക്വയറി ഇൻ ടു ദ വാല്യൂ, ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ, എക്സിസ്റ്റൻസ് ആൻഡ് പൊസഷൻ ആൻഡ് ദ പ്രസൻസ് ഓഫ് എനി ചാർജ് ഓൺ ദാറ്റ് അസെറ്റ്സ്. നേരത്തെ പറഞ്ഞതുപോലെ അസെറ്റിന് മേൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വെരിഫിക്കേഷനിൽ വരും എന്നുള്ളതാണ് സ്പൈസർ ആൻഡ് പെഗ്ലറുടെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. JR ബാറ്റ്ലി ബോയുടെ ഡെഫിനേഷനിൽ എന്താണ് പറഞ്ഞത്, ഓഡിറ്റർ മസ്റ്റ് സാറ്റിസ്ഫൈ ഹിംസെൽഫ്. എന്താണ്,
that asset really existed at the date, really exist ചെയ്യുന്നുണ്ട്, and ഏത് ഡേറ്റിലാണ്, at the date of balance sheet, and were free from any charge, and that they have been properly valid. Proper valuation ആണ് നടന്നിട്ടുള്ളത്. In verifying the liabilities വെരിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും ഈ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. He has to see that all liabilities have been inserted at the proper figures. Proper figuresിലാണ് liabilities മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലയബിലിറ്റിയും ഒമിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഉറപ്പാക്കണം എന്നുള്ളതാണ് ഈ വെരിഫിക്കേഷനിൽ JR ബാറ്റ്ലി ബോയ് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് വൈ ഈ പറഞ്ഞ പോലെ ഒരു വെരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ടു സർട്ടിഫൈ ദ ഓണർഷിപ്പ് ബൈ വെരിഫൈങ് ടൈറ്റിൽ. സർട്ടിഫൈ ദ ഓണർഷിപ്പ്, നമ്മൾ ഇപ്പം ഡെഫിനിഷൻ മീനിങ് തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഓണർഷിപ്പ് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ടൈറ്റിൽ ഡീഡ്സ് നോക്കണം, അതുപോലെ തന്നെ എഗ്രിമെന്റ്, മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അതിന് വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. ടു വെരിഫൈ വെദർ ദീസ് അസറ്റ്സ് ആർ ഫ്രീ ഫ്രം എനി ചാർജ്, ലീൻ എന്തെങ്കിലും ഉണ്ടോ, അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ഫ്രം എനി ചാർജ് ആണോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടു സർട്ടിഫൈ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ടു സർട്ടിഫൈ എക്സിസ്റ്റൻസ് ത്രൂ നമുക്ക് എങ്ങനെ ചെയ്യാം, ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസറ്റ് നോ അസറ്റ് ഇസ് ലെഫ്റ്റ് അൺറെക്കോർഡഡ്, ഒരു അസറ്റും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ടു ചെക്ക് ആൻഡ് എൻഷുർ അരിത്തമെറ്റിക്കൽ ആക്യുറസി, വാലുവേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ്, ആ ഒരു ഏരിയ നോക്കുമ്പോൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ടു അസർട്ടൈൻ ആഡിക്വസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ഡിപ്രീസിയേഷൻ പോളിസി. ഓരോ അസറ്റ് ആകുമ്പോഴത്തേക്കിനും അസറ്റ്സിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ആ ഡിപ്രീസിയേഷൻ ഓരോ അസറ്റ്സിൻ്റെ മേലും കൊടുത്തിട്ടുള്ള ഡിപ്രീസിയേഷൻ പോളിസി എന്താണ്, പ്രോപ്പർ ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ അസർട്ടൈൻ വെദർ അസറ്റ്സ് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ്, പ്രോപ്പർ ക്ലാസിഫിക്കേഷനിലാണ് അസറ്റ് കൊടുത്തിട്ടുള്ളത്, ആ ക്ലാസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, എവിടെ, ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാക്കുക. ടു സീ ദാറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ കറക്റ്റ്ലി വാല്യൂഡ്, വാല്യുവേഷൻ കറക്റ്റ് ആണ്, ആ കറക്റ്റ് വാല്യുവേഷൻ തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഉറപ്പാക്കുക. ഇത്രയുമാണ് എന്ത്, വേരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് അല്ലെങ്കിൽ എയിം. ഓക്കെ, സോ വാല്യുവേഷൻ, വെരിഫിക്കേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കി. വെരിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞു പ്രോപ്പർ വാല്യുവേഷൻ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഇനി വാല്യുവേഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ it is a critical examination and testing of determined values of asset by the auditor on the basis of generally accepted conventions and principles. അക്കൗണ്ടിങ് കൺസെപ്ഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ വാല്യുവേഷൻ പ്രോപ്പർ ആണെന്ന് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നതിനെയാണ് വാല്യുവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ കറക്റ്റ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈ സിഗ്നിഫിക്കൻസ് ഇൻ ആക്യുറസി. ബാലൻസ് ഷീറ്റ് ആക്യുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ അസറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ വാല്യുവേഷൻ എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത്, അസറ്റ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒറിജിനൽ കോസ്റ്റ് കൺസിഡർ ചെയ്യണം, എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലൈഫ്, അതുപോലെ തന്നെ വിയർ ആൻഡ് ടയർ എന്തിനു വേണ്ടിയിട്ടാണ്, ഡിപ്രിസിയേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ക്രാപ്പ്, ബ്രേക്കപ്പ് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചാൻസ് ഓഫ് അസറ്റ് ബിക്കമിങ് ഒബ്സലേറ്റ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ, ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, റിപ്ലേസ്മെന്റ് വാല്യൂ എത്രയാണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് റിഗാർഡിംഗ് ദാറ്റ് വാല്യുവേഷൻ, ആ ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ ബേസിലുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. ഇത്രയുമാണ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു വാല്യുവേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണ്, വെരിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഒരു വാല്യുവേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഹെൽപ്പ് ദ ഓഡിറ്റർ ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ്, റിപ്പോർട്ട് റിപ്പോർട്ട് ദ ട്രൂ ആൻഡ് ഫെയർ, ഫിനാൻഷ്യൽ പൊസിഷന് ട്രൂ ആൻഡ് ഫെയർനെസ് ഉറപ്പാക്കാൻ കുറച്ചും കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ചെക്ക് ദ എക്സിസ്റ്റൻസ് പൊസിഷൻ വാല്യുവേഷൻ ഓഫ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റൻസും പൊസിഷനും വാല്യുവേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാനും ഈ പറഞ്ഞ വാല്യുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രസന്റ് റിയൽ പൊസിഷൻ ഓഫ് അസറ്റ്സ്, അസറ്റ്സിൻ്റെ റിയൽ പൊസിഷൻ പ്രസന്റ് ചെയ്യാനും വാല്യുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതും എന്താണ്, വാല്യുവേഷൻ്റെ ഒബ്ജക്റ്റീവാണ്, പർപ്പസ് ആണ്, ലക്ഷ്യമാണ്. ടു എൻഷുർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ് ഇൻ വാല്യുവേഷൻ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതെല്ലാം പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ബേസിസ് ഫോർ വാല്യുവേഷൻ എന്താണ്, കൺസിസ്റ്റന്റ് ആണെന്നും ഉറപ്പാക്കുക. ടു കംപ്ലൈ വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇത്രയുമാണ് ഒബ്ജക്ട്സ് ഓഫ് വാട്ട്, വാല്യുവേഷൻ. നോട്ട് വെരിഫിക്കേഷൻ, ഇറ്റ്സ് വാല്യുവേഷൻ.
ഓക്കെ, എന്തൊക്കെയായിരുന്നു? ടു ഹെൽപ്പ് ദ ഓഡിറ്റർ ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ടു റിപ്പോർട്ട് ദ ട്രൂ ആൻഡ് ഫെയർനെസ്, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ്, പൊസഷൻ, വാലുവേഷൻ, വെരിഫിക്കേഷനിൽ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിയൽ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. സോ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ്റെ എന്താണ് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ്റെ ഡിഫറൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ വാട്ട് ഈസ് വൗച്ചിങ് ആൻഡ് വാട്ട് ഈസ് വെരിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആൻഡ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നേച്ചർ ഓഫ് വർക്ക്, വൗച്ചിങ്ങിൻ്റെ നേച്ചർ എന്താണ്? കറക്റ്റ്നെസ് ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ വാച്ചിങ്ങിൽ നോക്കുക. വാച്ചിങ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു, ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഓരോ ട്രാൻസാക്ഷൻ്റെയും ഒതൻറ്റിസിറ്റി, കറക്റ്റ്നെസ്, ട്രൂത്ത്ഫുൾനെസ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വെരിഫിക്കേഷനിൽ എന്താണ് നടത്തുന്നത്? proves the truth and fairness of assets and liabilities. ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ കറക്റ്റ്നെസ് ആണ് എന്തിൽ നോക്കുന്നത്? വെരിഫിക്കേഷനിൽ നോക്കുന്നത്. വൗച്ചിങ്ങിലാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഓരോ ട്രാൻസാക്ഷൻ്റെയും കറക്റ്റ്നെസ്, ട്രൂത്ത്ഫുൾനെസ് ആണ് നോക്കുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്, അസറ്റ് ഓഡിറ്റർ ഷുഡ് ഡിറ്റർമൈൻ വാട്ട് ഷുഡ് ബി ഇൻ എക്സിസ്റ്റൻസ്. എന്തൊക്കെയാണ് എക്സിസ്റ്റൻസിലുള്ളത് എന്നുള്ളത് ആര് നോക്കണം? ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം. വെരിഫിക്കേഷനിൽ ഓഡിറ്റർ എന്താണ് ചെയ്യുന്നത്? ആക്ച്വൽ എക്സിസ്റ്റൻസിൽ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഐറ്റംസ് ഓഫ് എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ വൗച്ചിങ്ങിൽ എന്താണുള്ളത്? ഓൾ ഐറ്റംസ് ഓഫ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്? വൗച്ചിങ്ങിൽ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ മാത്രം എക്സാമിനേഷനാണ് എവിടെ നടക്കുന്നത്? വെരിഫിക്കേഷനിൽ ഓൾ ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓൺലി. എക്സാമിനേഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും വെരിഫിക്കേഷൻ വൗച്ചിങ്ങിൽ നടക്കുന്നത്? ബേസ്ഡ് ഓൺ ഡോക്യുമെൻ്ററി എവിഡൻസസ് അല്ലേ. സോ വെരിഫിക്കേഷനിൽ പേഴ്സണൽ ഇൻസ്പെക്ഷനും ഉണ്ടാവും, ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെരിഫിക്കേഷൻ ചെയ്യാറുണ്ട്. വാലുവേഷൻ എങ്ങനെയാണ് വൗച്ചിങ്ങിൽ നടക്കുന്നത്? ഇൻക്ലൂഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഡസ് നോട്ട്. വൗച്ചിങ്ങിൽ ഈ പറഞ്ഞ പോലെ വാലുവേഷൻ നടക്കുന്നില്ല. വൗച്ചിങ്ങിൽ എന്താണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂവിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എക്സിസ്റ്റൻസിൽ ഉണ്ടോ, ഒറിജിനൽ ആണോ, കറക്റ്റ് ആണോ, ട്രൂത്ത്ഫുൾ ആണോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാലുവേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. പക്ഷേ എവിടെ ഉണ്ട്? നമ്മുടെ വെരിഫിക്കേഷനിൽ വാല്യൂവേഷൻ മസ്റ്റായിട്ട് ഉണ്ട്. പേഴ്സണൽ ഈ വൗച്ചിങ് ചെയ്യുന്നത് ജൂനിയർ ഓഡിറ്റ് ക്ലർക്സ് ആയിരിക്കും. ഓഡിറ്റർ തന്നെ ആയിരിക്കും വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടാവുക. സോ ഇനി വെരിഫിക്കേഷനും വാല്യൂവേഷനും നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് വെരിഫിക്കേഷനും വാല്യൂവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നേച്ചർ നോക്കുവാണെങ്കിൽ വെരിഫിക്കേഷൻ എന്താണ്? കറക്റ്റ്നെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. വെരിഫിക്കേഷൻ്റെ ഒരൊറ്റ പോയിന്റ്സ് നമുക്കിവിടെ പഠിച്ചു വെച്ചാൽ മതി, ഓൾമോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിരിക്കും. സോ വാല്യൂവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഇനി ഡിഫറൻസ് എന്താണെന്നുള്ളത് ഈസിയാണ്. വെരിഫിക്കേഷൻ എന്താണ്? കറക്റ്റ്നെസ് ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. വാല്യൂവേഷനിൽ എന്താണ്? ടെസ്റ്റിംഗ് ദ എക്സാക്ട് വാല്യൂ ബേസ്ഡ് ഓൺ ഇറ്റ്സ് യൂട്ടിലിറ്റി. ഓരോ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ വാല്യൂ എക്സാക്ട്ലി എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂവേഷനിൽ നടക്കുന്നത്. വെരിഫിക്കേഷൻ ഈസ് നോട്ട് എക്സ്പ്രസ്ഡ്. വെരിഫിക്കേഷൻ മോണിറ്ററി ടേംസിലല്ല എക്സ്പ്രസ് ചെയ്യുന്നത്, പക്ഷേ വാല്യൂവേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ ഒരു എമൗണ്ട് എത്ര ആണെന്നുള്ളത്, അത് കറക്റ്റായിട്ടാണോ എന്നുള്ളതാണ് വാല്യൂവേഷനിൽ നടക്കുന്നത്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു എൻഡാണ്. വാല്യൂവേഷൻ ഈസ് ഓൺലി എ മീൻസ് ടു എൻ എൻഡ്. വാല്യൂവേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെരിഫിക്കേഷനകത്തുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. വെരിഫിക്കേഷൻ ആണ് എൻഡ് പ്രോസസ്. വെരിഫിക്കേഷൻ ഇസ് ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. വാല്യൂവേഷൻ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ മീൻസ് ടു എൻ എൻഡ്. വാല്യൂവേഷൻ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു എൻഡിലേക്ക് വരുന്നത്. ഓക്കെ, എയിം എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് വെരിഫിക്കേഷനിൽ. അതിൽ വാല്യൂസ് കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുന്നത് ആണ് വാല്യൂവേഷനിൽ നടക്കുന്നത്. പേഴ്സണൽ ആരാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഡൺ ബൈ ഓഡിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു വെരിഫിക്കേഷൻ ആരാണ്? ബൈ ദ ഓഡിറ്റർ. വാല്യൂവേഷൻ ആരാണ്? ടെക്നിക്കലി ക്വാളിഫൈഡ് വാല്യൂവേഴ്സ്. ഓരോ അസറ്റിൻ്റെ ബേസിൽ അതിൻ്റെ പ്രോപ്പർ വാല്യൂ കണ്ടുപിടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വാല്യൂവേഴ്സ് കാണും. അവരാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി. ഓഡിറ്റർ ഈസ് എൻറ്റയർലി റെസ്പോൺസിബിൾ ഫോർ ദ അസറ്റ് വെരിഫിക്കേഷൻ. ഒരു അസറ്റിൻ്റെ വെരിഫിക്കേഷൻ എൻറ്റയർലി റെസ്പോൺസിബിൾ ആരാണ്? ഓഡിറ്റർ. വാല്യൂവേഷൻ്റെ കേസ് ആണെങ്കിലോ ഓഡിറ്റർ ഡസ് നോട്ട് പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ വാല്യൂവേഷൻ ആക്യുറസി. വാല്യൂവേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഓഡിറ്റർ അതിനൊരു കംപ്ലീറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ബിക്കോസ് അത് ചെയ്യുന്നത് ആരാണ്? റെസ്പെക്റ്റീവ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വാല്യൂവേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. സ്കോപ്പ് എന്ന് പറയുന്നത് ബ്രോഡർ ആണ്. അതായത് ഈ വാല്യൂവേഷൻ എന്ന് പറയുന്നത് വെരിഫിക്കേഷനിൽ അകത്തുള്ള ഒരു പ്രോസസ്സാണ്. വാല്യൂവേഷൻ ഈ ജസ്റ്റ് വെരിഫിക്കേഷൻ്റെ ഒരു പാർട്ട് മാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് സ്കോപ്പ് എന്ന് പറയുന്നത്
ഫോംസ് പാർട്ട് ഓഫ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. വെരിഫിക്കേഷനകത്ത് പല വാല്യുവേഷൻ ഉൾപ്പെടെ മറ്റ് പല പ്രോസസ്സും ഇൻക്ലൂഡഡ് ആണ്. സോ യെസ്, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ദെയർ വാല്യുവേഷൻ, ചില നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുള്ള അസെറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സഡ് അസെറ്റ്, അതുപോലെ തന്നെ കറണ്ട് അസെറ്റ്, വേസ്റ്റിംഗ് അസെറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസെറ്റ്സും ഉണ്ട്. ഓരോ അസെറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം, നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, അതൊക്കെയാണ് എന്താ എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് അസെറ്റ്. അതെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്നാണ് നോക്കിക്കേ. ഫിക്സഡ് അസെറ്റ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ലെസ് ഡിപ്രിസിയേഷൻ. കോസ്റ്റ്, അതിൽ നിന്നുള്ള ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടാണ് ഫിക്സഡ് അസെറ്റിന്റെ എന്ത് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫിക്സഡ് അസെറ്റ് എങ്ങനെയാണ്? പെർമനന്റ് ഇൻ നേച്ചർ ആണ്. അതേസമയം കറണ്ട് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസെറ്റ് എന്താണ് നോക്കിയേ. കറണ്ട് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസെറ്റ് എന്താണ്? പെർമനന്റ് ഇൻ നേച്ചർ ആണോ? അല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ കൺസംഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സബ്സിക്വന്റ് കൺവേർഷൻ ഇൻറ്റു ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കും. സ്റ്റോക്ക്, ബുക്ക് ഡെറ്റ്സ്, ബിൽ റിസീവബിൾ, ക്യാഷ്, സെമി മാനുഫാക്ചർഡ് ഗുഡ്സ്, അങ്ങനെയുള്ള അസെറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ എന്താണ് സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is lower. Cost or market price whichever is lower. അതിൻ്റെ വാല്യുവേഷൻ. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is lower. ഇനി വേസ്റ്റിംഗ് അസെറ്റ് എന്താണെന്ന് നോക്കിയേ. വേസ്റ്റിംഗ് അസെറ്റ് ആർ ദോസ് അസെറ്റ്സ് ഇതിനു വേണ്ടി which are of fixed nature and are depleted gradually and exhausted in the process of earning income. Mines, quarries, oil wells, ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് വേസ്റ്റിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രാജുവലി അത് എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക, തീർന്നു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫിക്സഡ് നേച്ചർ ആണ്, പക്ഷെ അതെന്താണ്, നമ്മൾ അത് ഗ്രാജുവലി നമ്മളത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഗ്രാജുവലി എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഓയിൽ വെൽസ്, ക്വാറീസ്, അതുപോലെ തന്നെ മൈൻസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇതും എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസ് ലെസ് ദ എമൗണ്ട് ഓഫ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. ദാറ്റ് ഇസ് ഡിപ്രീസിയേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഡിപ്ലീഷൻ എന്നുള്ളതാണ്. കോസ്റ്റിൽ നിന്ന് അതിൻ്റെ ഓരോ ഇയർലി ഉള്ള ഡിപ്ലീഷൻ റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ വേസ്റ്റിംഗ് അസെറ്റിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് നോട്ട് എന്താണ്, നമുക്ക് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പറ്റുന്ന അസെറ്റ്സ് അല്ല. അതായത് പേറ്റൻറ്റ്, ഗുഡ് വിൽ ഒക്കെ ഒരു ഗുഡ് എക്സാമ്പിൾ ആണ്. ഗുഡ് വിൽ, പേറ്റൻറ്റ്, അതുപോലെ തന്നെ കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ് ഒക്കെ. ഇതെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസ് ലെസ് ഡിപ്രിസിയേഷൻ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസ് ലെസ് ഡിപ്രിസിയേഷൻ. ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ? ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് വെച്ചാൽ ദോസ് അസെറ്റ് വിച്ച് ഹാവ് നോ വാല്യൂ ബട്ട് റെപ്രസെൻറ്റ് ഓൺലി എക്സ്പെൻഡിച്ചർ ഓർ ലോസ്. they are not physically visible, cannot be converted into money or money worth. അതായത് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഡിസ്കൗണ്ട് നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, അതൊരു ഫിക്റ്റീഷ്യസ് അസെറ്റാണ്. നമുക്ക് എന്തോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ അതെന്തോ വിസിബിളി അല്ല, അതങ്ങനെ എക്സിസ്റ്റൻസിലുള്ളൊരു സംഭവമല്ല, വാല്യൂ ഒന്നും ഇല്ലാത്തൊരു സംഭവം. എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്, സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്, അങ്ങനെയുള്ളതിനെയാണ് എന്ത് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ഹാവ് നോ value but represent only expenditure അല്ലെങ്കിൽ loss. They are shown in the balance sheet at the amount of actual expenditure less amount written off from year to ഇയർ. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ അങ്ങ് സ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്താണ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതിന് റിട്ടേൺ എപ്പോഴാണ് കിട്ടുന്നത്? ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസിനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഇയർ ടു ഇയർ അതിൻ്റെ റിട്ടേൺ അനുസരിച്ച് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാറ്. അപ്പോൾ സോ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ഈ ഇയർ ബൈ ഇയർ റിട്ടേൺ ഓഫ് ചെയ്തു പോകുന്ന എമൗണ്ട് കുറച്ചിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റിൽ കാണുന്ന എന്തിൻ്റെ ഫിക്റ്റീഷ്യസ് അസെറ്റ്സിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇനി
ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഇത് നിങ്ങൾക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുള്ള ഏരിയ ആണ്. ഒരു 5 മാർക്സ് ഒക്കെയാണ് എഗെയിൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. 5 മാർക്സിൻ്റെ ഒരു ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ വരാനുള്ളത്. ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ റിഗാർഡിംഗ് വാലുവേഷൻ. വാലുവേഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതിൽ വാലുവേഷനിൽ ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടു എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ആൻഡ് അനലൈസ് ഫിഗേഴ്സ് ക്രിട്ടിക്കലി. ബേസിക്കലി എല്ലായിടത്തും പറയുന്ന റീസണബിൾ കെയർ ആൻഡ് സ്കിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ടു എൻക്വയർ ഇൻ ടു ബേസിസ് വാലുവേഷൻ ഫ്രം എക്സ്പേർട്സ് ഇൻ ദ പെർട്ടിക്കുലർ ട്രേഡ്. ഓരോ പെർട്ടിക്കുലർ സംഭവങ്ങൾ വാല്യൂ ചെയ്യാനായിട്ട് അതിനകത്ത് എക്സ്പേർട്സ് ഉണ്ടാവും. അവർ എന്ത് ചെയ്യുക, അവരുടെ വാല്യുവേഷൻ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. എക്സാമിൻ വാല്യൂസ് ഓഫ് അസറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്ററി എവിഡൻസസ് വെച്ചിട്ട് വോച്ചിങ്ങിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാല്യുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ടു സീ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അസറ്റ് ഹാവ് ബീൻ വാല്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ജനറലി അക്സെപ്റ്റഡ് കൺവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. ടു മേക്ക് ഷുവർ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഗവർണിംഗ് വാല്യുവേഷൻ ഹാവ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഫോളോഡ്. ഓരോ വർഷവും ഫോളോ ചെയ്യുന്ന വാല്യുവേഷൻ മെത്തേഡ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്നുള്ളതും കൺഫേം ചെയ്യുക. ഇത്രയും 6 ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. സോ ഇത്രയുമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3 ഇന്റേണൽ കൺട്രോൾ എന്ന മൊഡ്യൂൾ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇന്റേണൽ കൺട്രോൾ എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഡെഫിനേഷൻ, ഫീച്ചേഴ്സ്, അതുപോലെ ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, അതിന് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വാലുവേഷൻ എന്താണ്, വെരിഫിക്കേഷൻ എന്താണ്, വൗച്ചിങ് എന്താണ്, അവിടെയുള്ള ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനെ കുറച്ച് അധികം പോയിന്റ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനിയും നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൊണ്ട് നമ്മൾ ഓരോ അസറ്റ്സിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ വാല്യുവേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, വോച്ചിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അപ്പം നമ്മൾ ലൈവിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ അപ്പം ഇത്രയുമായിരുന്നു ഇന്റേണൽ കൺട്രോളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവുക. നിങ്ങൾക്ക് ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കൊന്നും ഒരു സപ്ലിയുടെ ഒരു പേടിയൊന്നും വേണ്ട. നമ്മൾ ഇത്തവണ എല്ലാം ഷുവർ പാസ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക, മനസ്സിലാവാത്തത് റിപ്പീറ്റഡ് അയച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളായിട്ട് കാണാം.